ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം പറയുകയാണ് 91 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം ഇങ്ങനെ പറയുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. വീണ്ടും പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ ഹല്ലേലൂയ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിൻ്റെ മകനായ യോസഫ് തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ താനൊരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ തൻ്റെ സഹോദരങ്ങളോട് ഹല്ലേലൂയ പറയുവാനിടയായി തീർന്നു. അപ്പനായ യാക്കോബിനോടും അത് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ ഒരു ഭവനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടൊരു ഹല്ലേലൂയ പൈതലായിരുന്നു യോസഫ്. ആമേൻ, ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ ഒരുപാട് രീതിയിൽ അവർ ഉപേക്ഷിച്ചു. പൊട്ടക്കിണറ്റിലിട്ടു, അടിമച്ചന്തയിലൊക്കെ വിറ്റു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെയും ദൈവം അവനോട് കൂടെയിരുന്നു എന്ന് മാത്രമല്ല, യോസഫും ദൈവത്തോട് കൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ എത്തിപ്പെട്ട പോത്തിഫറിന്റെ ഭവനവും അവനാൽ യഹോവയാൽ ഹല്ലേലൂയ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം വീണ്ടും പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് പകലിലും ഹല്ലേലൂയ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ആരാധനയ്ക്കായി ഒരുങ്ങി വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഹല്ലേലൂയ യോസഫിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് അനുഭവിച്ച യാതനകളുടെ നടുവിലും ഹല്ലേലൂയ യഹോവയെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ വീട് വിട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ അവൻ്റെ സ്വപ്നം പിന്നീട് അത് യാഥാർത്ഥ്യമാകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ അപ്പന് വേണ്ടിയൊക്കെ കരുതാനായിരുന്നു മിസ്രൈമിലേക്ക് യോസഫിനെ ദൈവം അയച്ചത്. ഇന്ന് പകലിലും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ മക്കളോടും ഞാൻ വിളിച്ചു പറയുന്നത്, ദൈവം വിളിച്ചു വേർതിരിച്ച സമയം മുതൽ ഈ സമയം വരെ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ വലിയ നിർദ്ദേശങ്ങൾ കേൾവിക്കാരായിരുന്നുകൊണ്ട് മാത്രമാണ് ഇന്നും നമ്മൾ പല ഭവനങ്ങളിലും ദേശങ്ങളിലും ഒക്കെ നമ്മൾ അനുഗ്രഹമായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രത്യാശ കൈവിടാത്തവരാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു യോസഫിൻ്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. പൂർണ്ണമായൊരു മഹത്വം ദൈവത്തിന് കൊടുക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, എത്രത്തോളം ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ ദൈവപ്രവൃത്തി ഹല്ലേലൂയ കർത്താവിനിടയായി തീരും. നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാം വാക്കിന്നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാം വാക്കിന്നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിശക്തിയാലന്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവു തീർത്തിടും.
ശക്തിയാലെൻ്റെ അരമുറുക്കിയും വഴികളിലെല്ലാം കുറവു തീറ്റിടും. എൻ്റെ കാൽകളെ മാൻപേടക്കാലിന് തുല്യമാക്കിയിടും. പിന്നെ ഗിരികളിൽ നിർത്തും. എൻ്റെ കാൽകളെ മാൻപേടക്കാലിന് തുല്യമാക്കിയിടും. പിന്നെ ഗിരികളിൽ നിർത്തും. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയിടും. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയിടും. ഹല്ലേലൂയാ 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 യേശുവേ ഹല്ലേലൂയാ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവസാന്നിധ്യം ഹല്ലേലൂയാ 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 യേശുവേ ഹല്ലേലൂയാ 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 പാ. ഹല്ലേലൂയാ 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 യേശുവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ചോദിച്ചേ ഹല്ലേലൂയാ പാ. യേശുവാ
നന്ദി കർത്താവേ. യേശുവേ, നിന്നെ കണ്ടുകൊണ്ട് ആരാധിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിന്റെ സാന്നിധ്യം ഞങ്ങൾ അധികമായി അനുഭവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെയും വാരി പുണരണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, പാടിക്കേ. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഭാഗമായി ആമേൻ ഒരു 10 കുഷ്ഠരോഗികൾ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ വരുവാൻ ഇടയായി ചേർന്നു. അതിലൊരുവൻ ശമരിയക്കാരനായിരുന്നു, ബാക്കിയെല്ലാം യഹൂദന്മാരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളുവിനെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാർക്ക് പുരോഹിതനുണ്ട്, എന്നാൽ ശമരിയക്കാരനായ ആ വ്യക്തിക്ക് പുരോഹിതനില്ലാത്ത കാരണം ഹല്ലേലൂയ അവൻ ഓടി ഹല്ലേലൂയ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ എത്രത്തോളം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ഉച്ചത്തിൽ കർത്താവേ ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആരാധിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. നമുക്ക് ചേർന്ന് നമുക്ക് ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ നമുക്ക് ആരാധിക്കാം. ആമേൻ. ദവനം ചമരേ ദവനം ദേ ദവനം ചബരാ ചബരം ചബരക്ഷമ മേരം ചബരേ ദഗര ദവരം ചബരക്ഷമ ശക്തിയോടെ അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും. എന്നാളുകൾ തീരും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസമൊഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. അമ്മതൻ ഉദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീയേ,
അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ചു നീ, ജീവനെ എനിക്കായി ഏകി. അമ്മതൻ ഉദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീ. അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ചു നീ, ജീവനെ എനിക്കായി ഏകി. എന്നാളുകൾ തീരും വരെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. എത്രയോ വീഴ്ചകൾ വന്നെന്നാലും അവയെല്ലാം ക്ഷമിച്ചു തന്നോനേ. നന്മകൾക്കൊന്നും കുറവില്ലാതെ എന്നും പുലർത്തിയിടുന്നോനേ. എത്രയോ വീഴ്ചകൾ വന്നെന്നാലും അവയെല്ലാം ക്ഷമിച്ചു തന്നോനേ. നന്മകൾക്കൊന്നും കുറവില്ലാതെ എന്നും പുലർത്തിയിടുന്നോനേ. എന്നാളുകൾ തീരും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസമൊഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. പാപിയെന്നെണ്ണി എന്നെ തള്ളിടാതെ അൻപോടു ചേർത്തണച്ചോനേ. എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. പാപിയെന്നെണ്ണി എന്നെ തള്ളിടാതെ അൻപോടു ചേർത്തണച്ചോനേ. എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. എന്നാളുകൾ തീരും വരെ അപ്പാ ജീവൻ പിരിയും വരെ, ദിവനം തമരേലേ ശ്വാസമൊഴിയും വരെ ദിവനം തേ രക്ഷവനം തേ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും. എന്നാളുകൾ തീരും വരെ, എൻ ജീവൻ പിരിയും വരെ, എന്നാളുകൾ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. അമ്മതൻ ഉദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീയേ. അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ചു നീ, ജീവനെ എനിക്കായി ഏകി. അമ്മതൻ ഉദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീയേ. അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ചു നീ, ജീവനെ എനിക്കായി ഏകി. എന്നാളുകൾ തീരും വരെ, എൻ ജീവൻ പിരിയും വരെ അപ്പാ ശ്വാസമൊഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. എത്രയോ വീഴ്ചകൾ വന്നെന്നാലും അവയെല്ലാം ക്ഷമിച്ചു തന്നോനേ. നന്മകൾക്കൊന്നും കുറവില്ലാതെ എന്നും പുലർത്തിയിടുന്നോനേ. എത്രയോ വീഴ്ചകൾ വന്നെന്നാലും അവയെല്ലാം ക്ഷമിച്ചു തന്നോനേ. നന്മകൾക്കൊന്നും കുറവില്ലാതെ എന്നാളുകൾ തീരും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ
അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. പാപി എന്നെണ്ണി എന്നെ തള്ളിയിടാതെ അൻപോടു ചേർത്തണച്ചോനേ, എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. പാപി എന്നെണ്ണി എന്നെ തള്ളിയിടാതെ അൻപോടു ചേർത്തണച്ചോനേ, എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. നാളുകൾ തീരും വരെ, ജീവൻ പിരിയും വരെ, ശ്വാസമൊഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും. നാളുകൾ തീരും വരെ, ജീവൻ പിരിയും വരെ, ശ്വാസമൊഴിയും വരെ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും. പാപി എന്നെണ്ണി എന്നെ തള്ളിയിടാതെ അൻപോടു ചേർത്തണച്ചോനേ, എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. പാപി എന്നെണ്ണി എന്നെ തള്ളിയിടാതെ അൻപോടു ചേർത്തണച്ചോനേ, എന്നെ ആ രാജ്യത്തിൽ ചേർത്തിടുവാൻ എനിക്കായി വീണ്ടും വരുന്നോനേ. നാളുകൾ തീരും വരെ, ജീവൻ പിരിയും വരെ, ശ്വാസമൊഴിയും വരെ നാമിനാഥ ആരാധിക്കും, അമ്മേ അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ ആരാധിക്കും, അങ്ങയെ. ഹല്ലേലൂയ. ഓ അപ്പാ പാടിയതുപോലെ എത്രയോ വീഴ്ചകൾ വന്നാലും നമ്മളെ താങ്ങുന്നൊരു കരമുണ്ട് നമ്മുടെ കരം. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആ കരം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളാരും ഒന്നിലും പൂർണ്ണരൊന്നുമല്ല കേട്ടോ, പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നീതിമാന്മാരാ. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ കൃപയുടെ ആധിക്യത്താൽ ഹല്ലേലൂയ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലും അഭിഷേകത്തിലുമാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് നിൽക്കുന്ന കർത്താവിന് മഹത്വം കൊടുത്തേ. ദൈവം മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയും, ഞാൻ ഹല്ലേലൂയ ദൈവമേ നിന്റെ പിതാവിനെ ഞാൻ മഹത്വപ്പെടുത്തിയതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരെയും ഹല്ലേലൂയ മഹത്വപ്പെടുത്തേണമേ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. യോഹന്നാൻ 17 പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ഹല്ലേലൂയ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഞെരുക്കങ്ങളൊക്കെ വന്ന സമയത്തും ചില കുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഓടിയ ഒരു സമയങ്ങളൊക്കെ ഉണ്ടാവും. യാക്കോബിനുണ്ടായ അനുഭവങ്ങൾ. എന്നാൽ കർത്താവ് അവിടെയും ഹല്ലേലൂയ യാക്കോബിനെ കൈവിട്ടില്ല. ഇന്ന് പകലിലും നമ്മളെ കൈവിടാത്തത് കൊണ്ടാണ് നമ്മളും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൽത്തലയിണയായി വെച്ചുറങ്ങി ഹല്ലേലൂയ യാക്കോബ്. ഒന്ന് നോക്കിയേ, ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഓടുമ്പോൾ ഹല്ലേലൂയ തന്ത്രപരമായിട്ടാണ് ഓടിയതെങ്കിൽ പോലും ഹല്ലേലൂയ ദൈവം അവനെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആരോടൊക്കെയോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ നമ്മളെ കൈവിടാത്തൊരു തമ്പുരാൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെല്ലാം നമ്മൾ അനുരൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹാലിൽ മനോഹരമായ ഭവനത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ലോകത്തിൽ നമുക്ക് ഒന്നും നേടുവാനുമില്ല എന്ന നല്ലൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്.
ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊന്ന് പറ്റിച്ചേർന്നിരിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും മഹത്തായ ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങളൊന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്താട്ടെ, ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ടെ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, എൻ്റെ സ്നേഹിതനെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടടുത്ത് ഹല്ലേലൂയ ഞാൻ അവനെ പകച്ച് അവനിൽ നിന്ന് അകന്നു മാറി നിന്ന സമയങ്ങൾ. അപ്പാ, ഇന്നും ഞാൻ കർത്താവേ നിന്റെ പേരിൽ ഹല്ലേലൂയ മേശയിൽ നിന്നെല്ലാം ഞാൻ കൈനീട്ടുന്നു. ആ കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെയാപ്പാ എനിക്കതിന് കഴിയുന്നത്? ഒന്ന് ഹൃദയത്തെ ഒന്ന് പരിശോധിച്ചേ. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളൊന്ന് കവർ കൊടുത്തുകൊണ്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാട്ടെ, അപ്പാ എൻ്റെ പാപം ഞാൻ മറക്കുന്നില്ല കർത്താവേ, എൻ്റെ പാപത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽക്കുകയാണ്. ഒരു പടി കൂടി ഞാൻ നിന്നോട് അടുത്ത് വരികയാണ് കർത്താവേ, സ്തോത്രം. അപ്പാ, ആ സാന്നിധ്യം ഹല്ലേലൂയ എൻ്റെ എല്ലാ ഹല്ലേലൂയ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുകയാണ്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ. നിന്നോടൻ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. അപ്പാ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ. എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. അപ്പാ, നിന്നോടൻ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. അപ്പാ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ദൈവം ഇന്നൊരു വലിയ കഴുകൽ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മളെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മടങ്ങി വരവാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ ആ തമ്പുരാന്റെ മുമ്പിൽ ഇത് തോൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ആ മഹത്വം ഹല്ലേലൂയ, ആ വലിയ പ്രതിഫലം അതിമഹത്വമായിരിക്കും. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിതാവേ, ഞങ്ങൾ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുന്നതിന് ലംഘനങ്ങളെ മറക്കുന്നവനെ ശുഭം വരികയില്ല എന്ന് അതേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞങ്ങളതെല്ലാം അങ്ങയുടെ കാൽച്ചുവട്ടിൽ വെക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ പുകഴ്ചയായ ദൈവമേ, ഞങ്ങളുടെ മഹത്വമായ ദൈവമേ, ഹല്ലേലൂയ. ഇനിയും നിന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കേണ്ടതിന്, ആ കാഹളനാദത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ എതിരേൽക്കേണ്ടതിന് ദൈവമേ, ഞങ്ങളുടെ എല്ലാ കറകളെയും കോട്ടങ്ങളെയും ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അങ്ങ് ഞങ്ങൾ ഇന്ന് കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. അപ്പാ, തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കണേ കർത്താവേ, സ്തോത്രം. അവിടുത്തെ കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം ഒരു ശുശ്രൂഷക്കായി ദൈവം ഞങ്ങൾ ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കായിട്ടല്ല കർത്താവേ, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് ഹല്ലേലൂയ വലിയ ശബ്ദത്തോടു കൂടി വരുന്ന കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ദൈവത്തെ എതിരേൽപ്പാൻ ഞങ്ങളെയും ചേർക്കുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് ആ മകനീയ സാന്നിധ്യം അനുഭവിക്കുന്നവർ നേറ്റു പറഞ്ഞാട്ടെ, അപ്പാ, നീ അല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയത്തില്ല കർത്താവേ, നീ അല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയത്തില്ല കർത്താവേ.
ഇന്ന് പകലിൽ ഏറ്റു പറയുമ്പോൾ ചില രോഗങ്ങളെ ദൈവം ഹല്ലേലൂയ മാറ്റുന്നു. ചില സൗഖ്യങ്ങൾ ഹൃദയത്തിനും ശരീരത്തിനും ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പാ ഹല്ലേലൂയ, ഞാൻ ഒരിക്കൽ യാക്കോബായിരുന്നു, മറ്റതെല്ലാം ഞാൻ തട്ടിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്നെല്ലാം ഞാൻ അങ്ങയുടെ കാഴ്ചമുട്ടിൽ വെക്കുകയാണ് കർത്താവേ. എൻ്റെ കർത്താവ് ഹല്ലേലൂയ എല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവ്. മുഴുവൻ മഹത്വം തരുന്നു കർത്താവേ. ഇത്രയേറെ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. ഇത്രയേറെ നടത്തുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. ഞങ്ങളുടെ നല്ല പ്രവൃത്തിയോ ഞങ്ങളുടെ കുടുംബ മഹിമയോ ഒന്നുമല്ല കർത്താവേ ഞങ്ങളെ നടത്തുന്നത്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളെ നടത്തുന്നത്. ഇന്ന് പകലിലും കർത്താവേ ആ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങേ ആരാധിക്കുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്ന അപ്പാ, അങ്ങയുടെ ശക്തിയായ അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുകണമേ കർത്താവേ. ഹല്ലേലൂയ. പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങൾ ഈ നാളുകളിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ലക്ഷണങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം എൻ്റെ കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. എങ്കിലും കർത്താവേ, അല്പമായുള്ളത് ഞങ്ങൾക്ക് അധികമായ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് പകലിലെ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. സ്തോത്രം. ഞങ്ങളെ മുഴുവനായി താഴ്ത്തുന്ന കർത്താവേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം അവിടെ നിന്ന് ദൈവകരങ്ങളിൽ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം വരും. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെയപ്പാ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ മേശയ്ക്ക് മുമ്പായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. യേശയ്യാവിൻ്റെ പുസ്തകം 6 അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. ഉസിയ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ടവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ പ്രവാചകനായ യെശയ്യാ പ്രവാചകനോട് നമ്മുടെ കർത്താവ് ഇടപെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഒരു ദർശനത്തിലൂടെ നമ്മുടെ കർത്താവ് ഉസിയ രാജാവിനോട് സംസാരിക്കുക. അവിടെ നമ്മൾ 1-ാം വാക്യം, ഉസിയ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. ഹല്ലേലൂയ. അവിടെ ഇസ്രായേലിൻ്റെ പ്രവചനത്തിലൂടെ ഓരോ 6 അധ്യായങ്ങൾ പ്രവചനങ്ങൾ കടന്നു വരുമ്പോൾ ആ അധ്യായം തുടങ്ങുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹല്ലേലൂയ. ഉസിയ രാജാവ് മരിച്ചപ്പോൾ ആ ദേശത്തൊരു ശൂന്യതയുണ്ടായി. ഹല്ലേലൂയ. പ്രവാചകൻ്റെ ഹൃദയത്തിൽ ഒരു പരിഭ്രമം അല്ലെങ്കിൽ ഒരു ഭയം, ഇനി ഞങ്ങളെ ഭരിക്കാൻ ആരുണ്ട്? ഞങ്ങളുടെ അയൽ രാജ്യങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുമോ? എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ ആ കാഴ്ച കർത്താവ് കണ്ട് അവനെ ഒരു ദർശനത്തിലൂടെ ഇടപെടുകയാണ്. ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനത്തിൽ പരിശുദ്ധനായ കർത്താവിനെ അവൻ കാണുകയാണ്.
ഹല്ലേലൂയ. ഒരു സിംഹാസനങ്ങളല്ല, ഒരു കർത്തൃത്വങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ നോക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടുന്നത്. ഹല്ലേലൂയ. മറ്റാരുമല്ല, നിന്റെ കർത്താവ്. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിരിക്കുന്നവനാ. അവൻ ഈ ഭൂമിയിലെ സിംഹാസനമല്ല, അവൻ ഈ ഭൂമിയിലെ തേരോട്ടമല്ല. ഉസ്യാ പ്രവാചകനെ കാണിച്ചു കൊടുക്കുക, അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള ഇരിക്കുന്നവൻ്റെ മേൽ നീ എന്ത് ചെയ്യണം? ഹൃദയം വെക്കണം. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനിരിക്കുന്നവൻ്റെ മേൽ നിന്റെ കണ്ണുകൾ കാണണം. ഹല്ലേലൂയ. ആ ദർശനം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിരിക്കുന്ന ദർശനം അവൻ കണ്ടപ്പോൾ ആ സെറാഫുകൾക്ക് പോലും ആ നിന്നുകൊണ്ട് പോലും അവനെ ആരാധിക്കാൻ പറ്റാതെ, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് ചിറക് മൂടി ഓടി നടന്നാരാധിക്കുന്ന അവൻ്റെ ദർശനം കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവിടെ പറയുക, അവൻ ആ ദർശനത്തേക്കാൾ ഉപരിയായി അവൻ അവനെ തന്നെ കാണുകയാണ്. അല്ലെങ്കിൽ കർത്താവ് അവനെ തന്നെ ആ ദർശനത്തിലൂടെ അവൻ്റെ ഉള്ളത്തെ കാണിച്ചു കൊടുക്കുകയാണ്, അവൻ്റെ ജീവിതത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ദർശനം കണ്ട യെശയ്യാവ് പറഞ്ഞ, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ. 6 അധ്യായം വരെ നിങ്ങൾക്ക് കഷ്ടം, നിനക്ക് കഷ്ടം, രാജ്യത്തിന് കഷ്ടം എന്ന് പ്രവചിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ ആ ദർശനത്തിലൂടെ കർത്താവ് അവനെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ പരിശുദ്ധി കണ്ടപ്പോൾ, ആ വിശുദ്ധി കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ കണ്ണ് ജനങ്ങളിലേക്കല്ല തന്നിലേക്ക് തന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് പറയുക, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ. അയ്യോ, എങ്ങനെ ഞാൻ ഈ വിശുദ്ധൻ്റെ കൂടെ ജീവിക്കും? ഹല്ലേലൂയ. അപ്പോൾ ആ ദർശനം കണ്ട്, ആ വിശുദ്ധി കണ്ട്, ആ പരിശുദ്ധി കണ്ട് അവൻ്റെ ഹൃദയത്തിൽ വന്ന മാനസാന്തരം, അവൻ്റെ ഹൃദയ അനുതാപം, അത് അവൻ്റെ വായിലൂടെ പുറത്ത് വന്നപ്പോൾ, അപ്പോൾ ഹല്ലേലൂയ, സെറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതു നിന്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദർശനത്തിൽ ആ പരിശുദ്ധനെ കണ്ടപ്പോൾ അവനിലേക്ക് തന്നെ നോക്കി. അവൻ്റെ ഹല്ലേലൂയ അകൃത്യങ്ങളെ അവന് മനസ്സിലായി, അവൻ്റെ പാപത്തെ അവന് മനസ്സിലായി. അതവൻ ഏറ്റുപറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യാഗപീഠത്തിന് മുമ്പിലിരിക്കുന്ന തീക്കനിൽ നിന്ന് ഒരു കുടിൽ കിടന്ന തീക്കൻ അവൻ്റെ വായ്ക്ക് തൊടുവിക്കുകയാണ്. എന്ന് പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പരിശുദ്ധൻ, ഹല്ലേലൂയ, സെറാഫുകൾക്ക് പോലും മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത പരിശുദ്ധൻ, നമ്മളെ തന്നെ, നമ്മുടെ അകൃത്യങ്ങളെ കാണിച്ചെന്ന പരിശുദ്ധൻ നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ വസിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധൻ ആ സ്വർഗത്തിലിരിക്കുമ്പോൾ യെശയ്യാവ് കണ്ടപ്പോൾ എത്ര പാപത്തിന് പരിഹാരം വന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധൻ വസിക്കുമ്പോൾ എത്ര വിശുദ്ധിയോടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് ആ യെശയ്യാവിനെ കാണിച്ചു കൊടുത്ത ദർശനം ശക്തിയുടെ ദർശനമല്ല, സൗഖ്യത്തിൻ്റെ ദർശനമല്ല, കരുണയുടെ ദർശനമല്ല, പിന്നെയോ അവൻ്റെ വിശുദ്ധിയുടെ ദർശനം. നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധിയുടെ ദർശനം ദർശിച്ച് എത്ര പരിശുദ്ധനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, എത്രത്തോളം പരിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളൊരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നു, ആ കൃത്യം മനസ്സിലാക്കിയപ്പോൾ ആ തീക്കൽ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കലെടുത്ത് അവനെ മുട്ടിച്ചു. ഇന്ന് ആ യാഗപീഠത്തിന്മേൽ തീക്കലല്ല, പിന്നെയോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ആ യാഗപീഠത്തിൽ നമുക്കായി അവൻ ഒഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആ ദർശനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാപിച്ച് നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മുടെ അധരങ്ങളെ, നമ്മുടെ ജീവിതത്തെ, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തികളെ ഓരോ ദിവസവും ശോധന ചെയ്ത് ഹല്ലേലൂയ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതാണ് ദൈവം നമ്മളോട് ആദ്യം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അവൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ ഘോഷിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾക്ക് അവനെക്കുറിച്ചുള്ള ദർശനം എന്താണ്?
ആ പരിശുദ്ധൻ്റെ ആ വിശുദ്ധിയിലേക്കുള്ള ദർശനമാണോ നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ നമ്മളെ തന്നെ കാണുവാൻ നമ്മളെ ദൈവം സഹായിക്കും. നമ്മുടെ അധരങ്ങളുടെ ഫലങ്ങളെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ മേശയിൽ നമുക്ക് കണ്ണടയ്ക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, കർത്താവേ, അങ്ങ് യേശയ്യാവിനെ കാണിച്ച ദർശനത്തെ, ആ പരിശുദ്ധൻ 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 എന്ന് സെരാഫുകൾ ഘോഷിച്ച ആ പരിശുദ്ധിയെ ഒന്ന് കാണുവാൻ അടിയങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ ദർശനം കണ്ട യെശയ്യാവ്, അയ്യോ ഹല്ലേലൂയ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുള്ളവൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളിൽ വസിക്കുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരു അനുതാപത്തിൻ്റെ വാക്കുകൾ, മടങ്ങി വരുവൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ? നമ്മൾ നമ്മുടെ അദ്ദേഹത്തെ, നമ്മുടെ നാവുകളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും ദൈവികമല്ലാത്ത വാക്കുകളെ പലപ്പോഴും വായി വന്നിട്ടുണ്ട്. ശുദ്ധിയില്ലാത്ത വാക്കുകൾ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും കർത്താവ് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ കർത്താവെ ക്ഷമിക്കണമെന്നൊന്ന് പറയാമോ? നമ്മുടെ പ്രവൃത്തികളിൽ ദൈവികമല്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, എൻ്റെ അധരങ്ങളെ, എൻ്റെ കരങ്ങളെ, എൻ്റെ കാലുകളെ നിനക്കായി തന്നെ സമർപ്പിക്കുന്നപ്പ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കർത്താവിന്റെ വചനം, അവൻ്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി ശുദ്ധീകരിച്ച് നമ്മളെ നീതിമാനും വിശുദ്ധനുമാക്കുവാൻ അവൻ പര്യാപ്തനാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ അവൻ്റെ വിശുദ്ധിയെ ദർശിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും ആ പരിശുദ്ധന്റെ ദർശനം കാണുവാൻ, ഓരോ ദിവസവും അവനോട് കൂടെ അടുത്ത് നിൽക്കുവാൻ കർത്താവ് കൃപ നൽകുമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഉയർന്നും പൊങ്ങിവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധനായ കർത്താവിനെ ആ ദർശനം കണ്ട യെശയ്യാവിന് അനുതാപവാക്യങ്ങളിലൂടെ അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നതുപോലെ ഞങ്ങൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ സമ്മതിച്ച് അനുതാപവാക്യങ്ങളുടെ കരങ്ങളിലേക്ക് അടുത്തേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ അധരങ്ങളും പലപ്പോഴും കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ നാവുകൾ പലപ്പോഴും ദൈവികമല്ലാത്തത് സംസാരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കാലുകൾ, ഞങ്ങളുടെ കരങ്ങൾ ദൈവികമില്ലാത്തതിനെ നീട്ടിയിട്ടുണ്ടപ്പോൾ കർത്താവെ, ആ ദർശനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാൻ, ആ പരിശുദ്ധൻ്റെ ദർശനം ഞങ്ങളുള്ളിൽ നിറയുവാൻ, ഓരോ ദിവസം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രാർത്ഥന കേട്ടപ്പോൾ നന്ദി. യേശു ക്രിസ്തുവിൻ നാമം തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചത് രാത്രിയിൽ അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി ജീവിക്കുന്ന ഏവർക്കും ഈ അപ്പവീഞ്ഞിൽ നിന്ന് പാനം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശുശ്രൂഷമാർക്കാണ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. ഇതും ആരാധന തന്നെയാണ്. നമ്മളിപ്പോൾ ആരാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കർത്താവിനെ. ഉൽപ്പത്തി 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കയീനെക്കുറിച്ച്, കയീനും ഹാബേലും യാഗം അല്ലെങ്കിൽ വഴിപാട് കൊടുത്തതിനെക്കുറിച്ച് നമുക്ക് വചനം അറിയാം. എങ്കിലും അതിൽ നിന്ന് ചില മർമ്മങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടുകളിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടുകളിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? ഇവിടെ ഈ വഴിപാട് അർപ്പിക്കുമ്പോൾ ഇവിടെ ദൈവം ഒരു കാര്യം നേരിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ. അതായത് കയീൻ നിലത്തിലെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഫസ്റ്റ്ലിംഗ് ഓഫ് ഹിസ് ഫ്ലോക്ക് ആൻഡ് ഓഫ് ദി ഫാറ്റ് ദെയർ ഓഫ്. അതായത് കൊണ്ടുവന്നവരുടെ ദൈവം പ്രസാദിച്ചത് ആരെയൊക്കെ? ഹാബേലിലും അവൻ്റെ വഴിപാടുകളിലും പ്രസാദിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യമെന്ന് നമുക്ക് ആ വാക്യത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. നീ നന്മ ചെയ്യുന്നുവെങ്കിലോ എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ. അപ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ മനോഭാവത്തെയാണ്. ഏത് മനോഭാവത്തെയാണ്? ഒരു പക്ഷേ കയീൻ കൊണ്ടുവന്നത് നിലത്തിലെയാണ്. ദൈവത്തിന് രണ്ടും ദൈവസന്നിധിയിൽ രണ്ടും വിലയേറി തന്നെ. പക്ഷേ കൊണ്ടുവന്ന ആളുടെ മനോഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആമേൻ. ദൈവപ്രസാദം ഉണ്ടാണ്. ഇതാണ് അതിൽ നിന്നൊരു മർമ്മമാണ് എനിക്ക് ഈ വചനം ധ്യാനിച്ചപ്പോൾ കിട്ടിയത്. അതായത് ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണെന്ന്. ഇന്നും ഈ യാഗം അവിടെ പഴയ നിയമത്തിലെ യാഗമാണെങ്കിൽ അത് ഇന്നും വിശ്വാസത്തിൻ്റെ പട്ടികയിൽ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഈ യാഗത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ചതിന് ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താലാണ് യാഗം കഴിച്ചത്. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ദൈവം തന്നെ സാക്ഷ്യമായി പറഞ്ഞ ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഏറ്റവും ആദ്യം പറയപ്പെടുന്ന അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന, ഇത് മരിച്ചിട്ടും അവൻ വിശ്വാസത്താൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് കൈമാറുവാൻ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനായിട്ട്. കാരണം നമ്മൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത്, നമ്മുടെ ദൈവനാമത്തിൽ അല്ലെ ദൈവസഭയെ സ്നേഹിച്ച് കർത്താവിന് നേരിട്ട് പൈസ ആവശ്യം, പക്ഷെ നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പണം ആവശ്യമാണ്. നമ്മൾക്ക് കൊടുക്കുന്നത് ആ ദൈവനാമത്തിൽ ഏതൊക്കെയോ വിധേന അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണേണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 8:12, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. നമ്മുടെ വിഷയം ദൈവപ്രസാദം. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൽ എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? അതായത് എന്താണ് ദൈവത്തിന് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം? എന്താണ്? ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ എന്താണെന്നാണ് പറയണത്? മനസ്സൊരുക്കമുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കം, നമ്മുടെ അകം നോക്കുന്നൊരു ദൈവം, മനുഷ്യർ പുറമേ നോക്കുന്നത്. കാരണം അത് വേറെ, കർത്താവ് തന്നെ പറയുന്നുണ്ട്. അത് തന്നെയല്ലേ കർത്താവ് ആ ദരിദ്രയായ വിധവ ഒരു പൈസയ്ക്ക് സമമായ 2 കാശ്, അത് എത്രയാണെന്ന് പോലും നമുക്ക് അറിയില്ല, അതിനെ കണ്ട കർത്താവ് ശ്രീ ഭണ്ഡാരത്തിന് നേരെ കർത്താവ് ഇരിക്കണേ, ശിഷ്യന്മാരുണ്ട് അവിടെ ഇരുന്നുണ്ട്. കർത്താവ് ഈ കാശ് ഇടുന്ന സ്ത്രീയെ കണ്ടിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു.
അപ്പോൾ അവളുടെ ആ ഹൃദയം, കയ്യിലൊന്നുമില്ല, ഉള്ളത് രണ്ട് കാശാണ്, അത് കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അവൾ ഇട്ട്. കർത്താവ് അത് കണ്ടായിരുന്നു. കർത്താവ് അതുകൊണ്ടാണ് പറയണത്, മറ്റുള്ള ധനവാന്മാരെല്ലാവരും ആരും മോശക്കാരല്ല, പക്ഷെ അവളുടെ ഒരു ഹൃദയം, അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവൾക്ക് കൊടുക്കാനുള്ള ഇല്ലായ്മയുടെ മധ്യത്തിലും. പക്ഷേ 1,00,000 രൂപ കിട്ടിയാൽ 10,000 രൂപ കൊടുക്കാൻ നമുക്കെല്ലാം ഭയങ്കര ഒരു ഉള്ളിലൊരു വലിവായിരിക്കും. പക്ഷേ ഈ വിധവ, അവളുടെ ഒരു മനോഭാവം എന്തായിരുന്നു? ഏറ്റവും അവൾക്കുള്ളത് തന്നെയാണ് അവൾ മുഴുവനായിട്ട് ഇട്ടത്. അതേപോലെ തന്നെയാണ് ഹാബേലിൻ്റെ ആ യാഗവും. ഹാബേലും ചെയ്തത് അത് തന്നെയല്ലേ? അവനുള്ളതിൽ നല്ലതിനെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ വഴിപാടായിട്ട് കൊടുത്തു. അതിനുശേഷം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അസൂയ മൂത്തൊരു സഹോദരനെ നമുക്ക് കാണാം. പക്ഷെ ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയമാണ്. ആകാമാണ് നമുക്ക് കരങ്ങളിലെടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ആ വിധവയുടെ 2 കാശ് കണ്ട ദൈവമേ, ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഹാബേലിനെ പോലെ കർത്താവെ നിൻ്റെ സാക്ഷ്യം പ്രാപിക്കത്തക്ക വിധം ഉത്തമമായത് ചെയ്യുവാൻ, അധമമായത് ഒഴിച്ച് ഉത്തമമായത് നീ പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ, നിൻ്റെ വായോട് കൂടെ ഇരിക്കുമെന്ന് യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളോട് കൂടെ തന്നെ ഇരിക്കും. കർത്താവെ ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ അങ്ങേക്ക് ഇടുവാനായിട്ട് കർത്താവെ കൊണ്ടുവന്നിരിക്കുന്നത്. പലരും സമൃദ്ധിയിലൊന്നുമല്ല കർത്താവെ, പലരും ഇല്ലായ്മയുടെയൊക്കെ മധ്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും കർത്താവെ നീ ഞങ്ങളോട് അരുളി ചെയ്തത് കൊടുക്കുവാൻ, ഹല്ലേലൂയ നിൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്, ആ കർത്താവെ സമൃദ്ധിയായി ഉണ്ടാകേണ്ടതിന്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് കൊടുക്കുവാൻ ഇന്ന് കൊണ്ടുവന്ന എല്ലാ കരങ്ങളും, ഏതെങ്കിലുമൊക്കെ കരങ്ങളിൽ ഇല്ല എങ്കിൽ അപ്പ നീ അവരെ സഹായിക്കണമേ, നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ശൂന്യത നികത്തുന്നൊരു കർത്താവ്. ഹല്ലേലൂയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. എൻ്റെ മലയാളം കേട്ട് ആരും ചിരിക്കണ്ട കേട്ടോ. കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് നമുക്ക് ദൈവത്തെ ഒന്നിച്ച് ആരാധിപ്പാനും ദൈവത്തിന് സന്ദേശമൊക്കെ കൊടുക്കാനൊക്കെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെയാണ്. വീണ്ടും ഓഗസ്റ്റ് മാസത്തിൽ വന്നു. ഇന്ന് ആഗസ്റ്റ് 31 മിഷൻ സൺഡേ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. മിഷൻ സൺഡേ അല്ല, നമ്മൾ മിഷൻ മന്താണ്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയും, അത് ആരെയും കുറ്റമല്ല പറഞ്ഞത്, ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഈ ഒരു മന്താണ്. എന്തുകൊണ്ടാണ് ഈ ആഗസ്റ്റ് മാസത്തിന് വലിയ പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ ഒരു ദൈവികമായ നിയോഗത്താൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ 3 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം അല്ലെ ലാസ്റ്റ് സൺഡേ, മലയാളം ഒത്തിരി കഷ്ടമാകുന്നുണ്ട്, കുഴപ്പമില്ല, എന്നാലും ഒരു ലാസ്റ്റ് ഡേ ഒരു മിഷണറി ഓഫറിങ് എടുക്കാനൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൽ വന്നു. അതിനുള്ള കാരണം നമ്മുടെ സഭ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു ദർശനമുള്ള ഒരു സഭയാണ്. ഒരു ദർശനമുണ്ട്, വിഷനുണ്ട്, അതോടൊപ്പം തന്നെ ഒരു മിഷനുണ്ട്. നമ്മൾക്കത് പൂർത്തീകരിക്കുവാൻ തക്കമുള്ള ഒരു ദൗത്യം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്നുണ്ട് ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ഗ്രോ ഗോ ഗിവ്. അതാണ് നമ്മുടെ ധ്യേയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരണം, നമ്മൾ പോകണം അല്ലെങ്കിൽ അയക്കണം, നമ്മൾ കൊടുക്കണം. കാരണം നമ്മളുടെ സഭ എന്ന് പറയുന്നത് ഈ ഒരു ദർശനത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. 1983 ഈ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് റിസോഴ്സസ് ഒന്നുമില്ല എങ്കിൽ തന്നെ ഈ ഒരു ദർശനമാണ് നമ്മെ ഇതുവരെയും മുന്നോട്ട് നടത്തിയത്. ഈ ഒരു ദർശനമാണ്. അതുകൊണ്ട് ഈ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നായകന്മാർ ചേർന്ന് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും സഭ ഒരുപോലെയില്ല, ചിലപ്പോൾ സ്റ്റാഗ്നേഷനിൽ പോകും, ചിലപ്പം വളരും, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്റ്റാഗ്നേഷനിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സമയത്താണ് ഈ ഒരു മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആത്മഭാരം ദൈവസഭയ്ക്ക് ദൈവം തന്നത്. അപ്പോൾ അതിനുശേഷമായിട്ട് എല്ലാ ആഗസ്റ്റ് മാസത്തിലും നമ്മൾ എല്ലാ സഭകളായിട്ട് ഈ ഒരു ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ കൂടി എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് വലിയൊരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്, വി ആർ പാർട്ട് ഓഫ് എ ലാർജ് ഫാമിലി, ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള
ഒരു ബോധ്യം നമുക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ സഭകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. ലോക്കലായുള്ള സഭകൾക്ക് വേണ്ടി, ആൾക്കാരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി, മറ്റുള്ള ചില എക്സാമിന് വേണ്ടി, മാരേജിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊക്കെയും ആവശ്യമാണ്. നമ്മളത് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. സഭയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറം നമുക്ക് കാഴ്ച പോവുകയില്ല. അപ്പം ഈ ഒരു മാസം നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ സഭകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സ്വന്തം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ള സഭകൾക്ക് വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ മറ്റുള്ള സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മോടൊപ്പം തന്നെ ഇരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതായ നമ്മുടെ സ്വന്തം ഓർഗനൈസേഷനിലെ സഭകളിലുള്ള ഒരു ദർശനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ദൈവം നമുക്ക് ഒരു ഭാരം തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ചെറിയ കുടുംബമല്ല, വലിയൊരു കുടുംബമാണ്. കൊച്ചിക്കാർ മാത്രമല്ല, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ സഭയുടെ ഒക്കെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ലിസ്റ്റ് ഓൾറെഡി വി സെൻഡ് ഇറ്റ്. കാരണം അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ വാട്സപ്പിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് എത്തിക്കും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥന 3 ദിവസം നമ്മൾ ഒരു സഭയായിട്ട് പൊതുവായിട്ട് പ്രാർത്ഥിക്കാനുള്ള 3 ദിവസം 29, 30 3 ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് 31-ാം ദിവസം സൺഡേ അന്ന് ഒരു ഓഫറിങ്ങിന് വേണ്ടി. ഓക്കെ, ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് നടക്കുന്ന എന്താണ്, നമ്മളെല്ലാം ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയുന്നു. പിന്നെ നമ്മുടെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ദർശനത്തിൻ്റെ പൂർത്തീകരണം, പുതിയ സ്ഥലങ്ങളിൽ വേല ആരംഭിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യണം, അങ്ങനെയുള്ള ദർശനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ്റെ കോണം ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യക്തി രക്ഷയിലേക്ക് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ചില സഭകൾ ദൈവം വഴികൾ തുറന്നു, സഭകൾ തുറന്നു, ദൈവദാസന്മാരെ അയച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവ വേലയുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ ഒരു ഫ്ലുവൻസി ഇല്ല മലയാളത്തിനതുകൊണ്ട് അതെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഒന്നാമത് നമ്മളൊരു കുടുംബമാണെന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. രണ്ടാമത് നിങ്ങളെല്ലാവരും ഈ ദൈവവേലയുടെ ഒരു ഭാഗമാണ്. ഏതെങ്കിലും ഒരു പാസ്റ്ററല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡറല്ല ഇത് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാലാണ്, നമ്മുടെ എല്ലാവരുടെയും കലക്റ്റീവായിട്ടുള്ള പ്രേയറിലാണ് നമുക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വേല മുന്നോട്ട് പോകുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് കൊടുക്കുന്നതിൽ കൂടി എന്ത് ചെയ്യുന്നു, ഈ പുതിയ വേലകൾ ആരംഭിക്കുമ്പോഴേ അത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നതല്ല, നാം എല്ലാവരും ഇതിന് ഭാഗികളാണ്. നമ്മൾ കൊടുക്കുന്ന അതിനുവേണ്ടി പ്രത്യേകമായി വേർതിരിക്കുന്ന ആ ഒരു ഓഫറിങ്, അത് നമ്മൾ എല്ലാവരും ചേർന്നാണ് പുതിയ വേല ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം ചില വേലകൾ പുതിയ സ്ഥലങ്ങളിൽ നമുക്ക് വേല ആരംഭിക്കാൻ സാധിച്ചു. അപ്പോൾ അത് ആരുടേതായ കോൺട്രിബ്യൂഷനാണ്? എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും, എല്ലാ കർണാടക, നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സഭകളും ഒന്നിച്ച് ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേലയിൽ നിങ്ങളും ഭാഗികളാണ്. അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇതൊരു ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചു, ഇത് മിഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. അതല്ല. ഓക്കെ, ഇതൊരു പ്രോഗ്രാമല്ല, മനസ്സിലായി? ഇത് നമ്മൾ അതിൻ്റെ ഭാഗമാണ്. നമ്മൾ എല്ലാവരും ചേർന്നാണ് ഇത് വില മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. അത് വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, നിങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക, ഒന്നുകിൽ കെയർ സെല്ലിൽ പ്രാർത്ഥിക്കുക, സഭകളിൽ പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഉപവാസത്തോടെ ആണെങ്കിലും ഉപവാസമില്ലാതെ ആണെങ്കിൽ തന്നെയും പ്രാർത്ഥിക്കുക. കാര്യത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതിനുവേണ്ടി ഇത് സഭയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് അതിൻ്റെ 1-2 കീ പറയാം. ഓക്കെ, ശരി, മലയാളത്തിലുള്ള തന്നെ ഞാൻ ആക്കിത്തരാം. ഇപ്പം ഈ പ്രാർത്ഥനയോടൊപ്പം 3 പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ വേണം ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 3 പ്രത്യേകമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, നമ്മുടെ എല്ലാ സഭകളിലും
ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രവൃത്തി നടക്കുവാൻ്റെ ഗുണം പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സഭകളിലും ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഹോളിനെസ്സിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് സഭ തന്നെത്താൻ ഒരുങ്ങിയിരിക്കണം. കാരണം കർത്താവ് വരുന്നതിൻ്റെ സമയം ഒരുക്കുകയാണ്. കർത്താവിൻ്റെ വരുന്നതെന്ന് പറഞ്ഞാൽ ആരെ ചേർക്കുവാനാണ്? വിശുദ്ധമായ സഭയെ, കളങ്കവും ചുളിവും ഒന്നുമില്ലാത്തതായ, നോ റിങ്കിൾ നോർ സ്പോട്ട് ഇല്ലാത്തതായ ഒരു സഭയെ ചേർക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിൽ കർത്താവ് വരുന്നത്. അപ്പോൾ ആ കർത്താവിനെ എതിരേൽക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ സ്വീകരിക്കാൻ തക്കോണം, കർത്താവിന് യോഗ്യമായിട്ട് നാം ഒരുങ്ങിയിരിക്കണം. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. കർത്താവിൻ്റെ സഭ കാന്തയും തന്നെത്താൻ അലങ്കരിച്ചിരിക്കുകയാണ്. ഇപ്പം ഒരു കല്യാണത്തിന് മുതിരുന്ന ഒരു കന്യക അല്ലെങ്കിൽ ഒരു സ്ത്രീ, യുവതി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, കല്യാണം ഉള്ള 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും. പക്ഷേ അവരുടെ മനസ്സ് മുഴുവനും അതിനെക്കുറിച്ചുള്ള ഒരുക്കമാണ്. ബ്യൂട്ടിഫൈ ചെയ്യാനും വസ്ത്രങ്ങൾ എടുക്കുവാനും വെണിയാനും എപ്പോഴും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും കല്യാണ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, അല്ലേ? അത് ഈ ലോകത്തിൽ നാം കാണുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ അങ്ങനെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ഒരു വിധമായ സ്പോട്ട് കാണരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എസ്തറിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വാക്കിയെടുക്കുന്നില്ല. എസ്തറിൻ്റെ പുസ്തകത്തിൽ പറയുകയാണെങ്കിൽ, ആ അഹശ്വരേശ് രാജാവിനെ ഒരു രാജ്ഞിയെ എടുക്കുവാൻ്റെ കോണം വിളംബരം ചെയ്തു. എല്ലായിടത്തും ആരെയാണ് സ്വീകരിച്ചത്? സുന്ദരിയായുള്ള കന്യകാരെയാണ്, സുന്ദരിമാരെയാണ്. എല്ലാവരും എടുത്തില്ല. എന്നാൽ ഈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ യങ് ലേഡീസിനെ ഉടനെ തന്നെ രാജാവിൻ്റെ അടുക്കൽ അയച്ചില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് 12 മാസത്തെ ശുദ്ധീകരണമുണ്ട്. കാരണം ഒരു കളങ്കവും ദോഷവും ഉണ്ടായിരിക്കരുത്. അതുകൊണ്ടാണ് 12 മാസം ഒരു ബ്യൂട്ടിഫിക്കേഷൻ തെറാപ്പിയിൽ കൂടി കടന്നു പോവുകയാണ്. അതിനുശേഷം മാത്രമേ അവൾക്ക് ആ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജാവും കർത്താവുമായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത് തൻ്റെ സഭയെ ചേർക്കുവാൻ തക്കോണം വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ ഒരു ശുദ്ധീകരണം വേണമെന്നുള്ളത് ഒരു ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിക്കണം. എല്ലാ സഭകളിലും ഇന്ന് സഭയെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന സഭയിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്ക് ആരാധനയുണ്ട്, നമുക്ക് പ്രോഗ്രാമുണ്ട്, എല്ലാ കെട്ടിടമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല സഭ എന്ന് പറയുമ്പോൾ. അതിനേക്കാൾ അപ്പുറമായിട്ട് വേർപെട്ടിരിക്കുന്ന കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ ആരംഭിച്ച സഭ, നാം പറയുന്നത്, ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്നതാണ്. അപ്പോൾ അവിടെ പറയുന്നത് ദേ സെപ്പറേറ്റഡ്, അല്ലെങ്കിൽ ദേ ജോയിൻ ടു ദ ചർച്ച് എന്ന് പറയുമ്പോൾ ദൈവസഭ പുറത്ത് ലോകത്തിൽ നിന്നും അവർ ദൈവസഭയിൽ അംഗമായി തീർന്നു. നാം ഒരു കാലത്ത് രക്ഷിക്കപ്പെടാതെ ലോകത്തിലായിരുന്നു. എന്നാൽ യേശുവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എങ്ങനെ? മാനസരമെന്ന് ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൻ്റെ വഴികളിൽ നിന്നും വേർപെട്ടവരാണ് ദൈവസഭ. ആ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ബൈബിൾ വായിക്കുന്നത്, ലോകത്തിലുള്ള ജനങ്ങൾ അവരോട് ചേരുവാൻ്റെ കൊണ്ട് ധൈര്യപ്പെട്ടില്ല. ഉപദ്രവിച്ചത്, പക്ഷേ എങ്കിലും അവരോട് കൂടെ ചേരുവാൻ്റെ കൊണ്ടും ധൈര്യം കാണിച്ചില്ല. കാരണം ഇതൊരു വിശുദ്ധ സഭയാണ്, ഇത് ദൈവത്തിൻ്റെ സഭയാണെന്ന് അവർക്കറിയാം. ഇന്നും അതുപോലെ തന്നെ നാം ആയിരിക്കണം. ഇന്ന് ലോകത്തിലുള്ള അനേക കാര്യങ്ങൾ ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അന്ന് വ്യത്യാസമുണ്ടായിരുന്നു, ഇന്ന് ആ ഒരു വ്യത്യാസം ദൈവസഭയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ലോകത്തിലുള്ള പല കാര്യങ്ങളും, ലോകത്തിലുള്ള മൂല്യങ്ങളെല്ലാം നമ്മൾ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, പക്ഷെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിവാഹങ്ങളിൽ, നമ്മുടേതായ ആരാധനകളിൽ, ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തി തന്നെ വേണമെന്നൊന്നുമില്ല. കാണാൻ നല്ലതും നല്ല യോഗ്യതരമായിരിക്കുന്ന വ്യക്തി മതി. എങ്ങനെ നാളെ വിശ്വാസി ആയിത്തീരും?
അങ്ങനെയുള്ള പല കോംപ്രമൈസും ഇന്ന് ദൈവസഭയിലുണ്ട്. അപ്പോൾ എല്ലാ സഭകളിലും ഒരു ആത്മീയമായ മൗല്യം ഇല്ലാതെ പോയിരിക്കുന്നു. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ലിറ്റിൽ ഫോക്സസ്, അല്ലെങ്കിൽ ചെറിയ നരികൾ, കുറുനരികൾ എന്ന് പറയുന്നുണ്ട്. ഈ കുറുനരികൾ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ പിന്നെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കുകയില്ല, എന്നാൽ വളരെ ഗുപ്തമായിട്ട് രഹസ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ കുറുനരികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ തോട്ടത്തിൻ്റെ ഫലവത്തത ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. ഇന്ന് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുവദിച്ചിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ അഹങ്കാരം, സ്വയസ്നേഹം, സെൽഫ് സെൻറ്റേഡ്നെസ്, ഇതിനെല്ലാം വളരെ വളരെ മാന്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിച്ചിരിക്കുകയാണ്. ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക. അപ്പോൾ കുറ്റം പറയുന്ന വ്യക്തിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? ആത്മീയം ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ്. എന്തുകൊണ്ട് കുറ്റം പറയുന്നു? ഞാൻ ആ വ്യക്തിയെക്കാളും നല്ലവനാണ്, അതുകൊണ്ട് എനിക്ക് എന്തോ ധൈര്യമുണ്ട്, എനിക്കെന്തോ അവിടെ ലൈസൻസ് ഉണ്ട്, ഞാൻ അതിന് യോഗ്യനാണ് പറയാനൊക്കെ വേണം. ആരെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ആരെങ്കിലും വന്ന് എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓ, ആ വ്യക്തിയും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ സഭയിലേക്ക് കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പക, വിദ്വേഷം, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ ഇതൊന്നും വലിയ പാപമായിട്ട് കാണുന്നില്ല. നമ്മൾ എന്നാ പാപം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് സിനിമ കണ്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വ്യഭിചാരം ചെയ്തോ, കള്ളുകുടിക്കുക, ഇതാ പാപം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പാപം തന്നെയാണ്. പക്ഷെ എന്നാൽ അതൊന്നും നമ്മൾ അത്ര വലിയ ഇത് കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇത് നമ്മുടെ തോട്ടത്തിലുള്ളതാണ്, അത് പുറത്തുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ദൈവസഭ ഒരു ശക്തിയില്ലാത്തതായ ഒരു സഭയെ മാറുന്നിരിക്കുകയാണ്. കാരണം ലോകവും നോക്കി പറയുന്നത് എന്താണ്? നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസമില്ല, നിങ്ങളുടെ കല്യാണവും ഞങ്ങളുടെ കല്യാണവും വ്യത്യാസമില്ല, നിങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ ആരാധനയും വ്യത്യാസമില്ല, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റേജിൽ ഞങ്ങളും ഇപ്പം പാടുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമ്പ്രദായങ്ങളിലും അല്ല മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ഒരു ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ തക്ക സാധിക്കുന്നില്ല. കാരണം ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ചും ദൈവീയ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടി ശുദ്ധീകരണം. അപ്പോൾ കർത്താവ് വരുമ്പോൾ നാം കർത്താവിനോടുകൂടി എടുക്കപ്പെടണം. കർത്താവിന് വേണ്ടി അറിയണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയേ മതിയാകൂ. ഒരു കന്യകയും ഒരു വെർജിനും തൻ്റെ വിവാഹത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് കുഴപ്പമില്ല, എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നോക്കുകയില്ല. അവൾ അവരുടെ ബ്യൂട്ടിയും മറ്റുള്ള കാര്യങ്ങളും വസ്ത്രങ്ങളും എല്ലാം വളരെ ഗൗരവമായിട്ട് എടുക്കും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ അതിനേക്കാളും അവിടെ എന്ത് ഫ്ലോ വന്നാലും കുഴപ്പമില്ല. ലോകപ്രമാണമുള്ള കല്യാണത്തിന് എന്തെങ്കിലും ഫ്ലോ വന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ദൈവികം ആത്മീയമായ മണവാളനുമായിട്ട് ചേരുന്ന സമയത്ത് നമ്മൾ യോഗ്യരായി കാണപ്പെട്ടേ മതിയാകുക. അവിടെ ലജ്ജിച്ചു പോകാൻ നമുക്ക് ഇടവരരുത്. 10 കന്യകമാരുടെ ഒരു ഉപമയുണ്ട്. 5 പേര് 10 പേര് ഒന്നിച്ച് നടന്നതാണ്. അവർ വിചാരിച്ചു നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. എന്നാൽ 5 പേർ മാത്രമേ എടുക്കപ്പെട്ടുള്ളൂ, മറ്റുള്ളവർ കെയർലെസ് ആയിരുന്നു. ആ ഉറക്കം തൂങ്ങി നടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു ഒരുക്കമില്ലാത്തായ അവർ കൈവിടപ്പെട്ടായി നാം കാണുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഈ ദൈവരാജ്യം വരുന്നതുകൊണ്ട് നമ്മെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മൾ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണം. ഈ ശുദ്ധീകരണം ആവശ്യമുള്ളത് അവിടെയല്ല, ശുദ്ധീകരണം ആവശ്യം ഇവിടെയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അവൾ ശരിയില്ല, അവൻ ശരിയില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ സഭ ശരിയില്ല, എൻ്റെ സഭ ശരിയാണെന്ന്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയാണത് ആരംഭിക്കേണ്ടത്? എന്നിലാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന, കർത്താവെ മറ്റുള്ളവരെ കുറിച്ച് നോക്കാനോ കമ്പയർ ചെയ്യുവാനല്ല, എന്നെക്കുറിച്ച് തന്നെ കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മൾ ആ ഫരീസൻ്റെയും പിന്നെ സദുക്കല്ല മറ്റേ ചുങ്കക്കാരൻ്റെ ഉപമ കാണുന്നുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ തന്നെ നോക്കുകയാണ്. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, 2 ദിവസം ഉപയോഗിക്കാറുണ്ട്. അവൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കും, ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ചേർത്തിലേക്ക് വരുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും എൻ്റെ മാസം ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ടൈത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും തരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്.
നമുക്ക് മറ്റുള്ളവരുടെ ജീവിതമല്ല കമ്പയർ ചെയ്യേണ്ടത്. ഞാനും എൻ്റെ കർത്താവും തമ്മിൽ എങ്ങനെയുണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് യോഗ്യനായി കാണുവാൻ കൊണ്ട് സാധിക്കുമോ? അതുകൊണ്ട് നമ്മുടെ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ഹൃദയത്തെ നീ ശോധനിക്കണമേ. എന്നിൽ ഏതൊരു കയ്പും, മനോഭാവങ്ങൾ, അശുദ്ധി, വേണ്ടാത്ത കാര്യങ്ങൾ, ജഡത്തിൻ്റെ സ്നേഹം, ജഡത്തിൻ്റെ ശക്തികൾ, ജഡത്തിൻ്റെ ലോകസ്നേഹം, ഇതിൽ നിന്നൊക്കെയും കർത്താവെ എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വെളിച്ചം നമുക്ക് തരും. ഞാൻ വചനത്തിലുണ്ട്, ഇപ്പം വചനം എടുക്കുന്നില്ല. ഇന്ന് രാവിലെ തന്നെ സിസ്റ്റർ കർത്തമേശയുടെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞാൽ യെശയ്യാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. അത് വാക്യത്തിലുള്ളൊരു വാക്യമാണ് ഞാൻ പറയുന്നത്. യെശയ്യാവിൻ്റെ ദർശനം. കാരണം ദൈവത്തെ കണ്ടു. ദൈവം അഗ്നിയാണ്. സോ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. അവൻ ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ അവൻ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇംഗ്ലീഷ് ഓ അൺടു മീ, ഐ എം ഡിസ്ട്രോയിഡ്. ഞാൻ നശിച്ചവനാണെന്ന് പറയുന്നത്, തകർന്നവനാണെന്ന്. ഇനി കൂട്ടിച്ചേർക്കാൻ കൊണ്ട് സാധിക്കാത്ത വിധത്തിൽ ഐ എം എ മാൻ ഹൂ ഈസ് ഓൾറെഡി റച്ചഡ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവിടെ അവൻ ഏറ്റു പറഞ്ഞപ്പോൾ ആ ഒരു എന്താണ്, ഈ യാഗപീഠത്തിലുള്ള അഗ്നി കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ആ ഒരു ലൈവ് കോൾ കൊണ്ടാണ് അവൻ്റെ അതരത്തെ സ്പർശിച്ചത്. കാരണം എന്തുകൊണ്ടാണ് അതരത്തെ സ്പർശിച്ചത്? അവൻ പറഞ്ഞു അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ലിവിങ് അമംഗ് ദ മിഡ്സ്റ്റ് ഓഫ് ദി അൺക്ലീൻ ലിപ്സ്. അവരുടെ ഈ അശുദ്ധമായ വാക്കുള്ളവൻ്റെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അവൻ്റെ വാക്ക് എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യൻ ഹൃദയത്തിലുള്ളതാണ് പുറത്ത് പറയുന്നത്. അപ്പം നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വായിച്ച് പഠിച്ചതല്ല. സംസാരം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിലുള്ള വാക്യങ്ങളാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞായറാഴ്ച ദിവസങ്ങൾ വളരെ വിശ്വസ്തന്മാരാണ്. എന്നാൽ ആ നമ്മുടെ വിശുദ്ധിയും വിശ്വസ്തതയും എല്ലാം നമ്മൾ ഈ ചർച്ച് വിട്ട് പുറത്തേക്ക് പോകുന്നതോടുകൂടി എല്ലാം മറന്നു. പിന്നെ അടുത്ത ആഴ്ചയാണ് നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നത് കേട്ടോ. ഞായറാഴ്ച എന്നും വളരെ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. എന്നാൽ അടുത്ത ആഴ്ചയാണ് പിന്നെ വരുന്നത്. അതുവരെയും നമുക്ക് ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല, നോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ച് പോകരുത്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഉറക്കത്തിൽ എഴുന്നേൽക്കണം. അതുകൊണ്ട് ദൈവികമായൊരു ഇടപെടലിന് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ശുദ്ധീകരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലാണ് സംഭവിക്കുന്നത്. അവൻ അഗ്നിയാലും പിന്നെ ആത്മാവിനാലും കൂടിയാണ് ശുദ്ധീകരിക്കുന്നത്. വാക്യം ഒന്ന് വായിച്ചേര്. 2 വാക്യം വായിച്ചേര്. ഒന്ന് മലാക്കിയുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, പിന്നെ ഒന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 4:4. 3:3 മലാക്കി 3:3. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാരമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടായേ മതിയാവും. ഇപ്പൊ ഈ ലേവിയന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ല, അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായിട്ടില്ല. അത് കാരണം അവരുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം വന്നില്ല. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഊതിക്കഴിക്കുന്നവനെ ഇപ്പം വെള്ളി ശുദ്ധി വരുന്ന പോലെ അഗ്നിയിൽ കൂടിയാണ് ദൈവം ശുദ്ധീകരിക്കുന്നത്. പൊന്നിലുള്ള അശുദ്ധിയെ ദൈവം മാറ്റുന്നു. അപ്പൊ അങ്ങനെ ഒരു ശുദ്ധീകരണം ദൈവത്തിന്റെ സഭയിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന ദൈവത്തിന് യോഗ്യമായി തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇനി മറ്റേ വാക്യം വായിച്ച യെശയ്യാവിന്റെ പ്രവചനം 4:4. കർത്താവ് ദഹനത്തിന്റെ കാറ്റ് കൊണ്ട്, ഫയർ ഓഫ് ബേണിംഗ്, ഇൻ ദ സ്പിരിറ്റ് ഓഫ് ബേണിംഗ്, കാറ്റുകൊണ്ട് സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും എന്നാണ് പറയുന്നത്. യെരൂശലേമിന്റെ രക്തപാതം അവന്റെ നടുവിൽ നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം. കാരണം ദൈവികമായൊരു ശുദ്ധീകരണം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിൽ കൂടിയാണ് വരുന്നത്. കാരണം ദൈവം ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമായേ മതിയാവുകയുള്ളൂ. കാരണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും ശുദ്ധീകരണവും വരുമ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ
നമ്മൾ ദൈവമക്കളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളല്ല, അകമേയുള്ള കാര്യങ്ങളാണ്. യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പുറമേ ആ ഒരു സുന്നത്തി എന്നില്ല പറഞ്ഞ സർക്കംസേഷന് പരിച്ഛേദന, പുറമേയുള്ള പരിച്ഛേദന അല്ല, അകമയുള്ള പരിച്ഛേദന എന്നാണ് ദൈവത്തിന് പറയുന്നത്. ഹൃദയത്തിലുള്ള പരിച്ഛേദന, ഹാർട്ട് സർക്കംസൈസ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെയാണ് നിങ്ങൾ സർക്കംസൈസ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയുള്ള ഒരു സർക്കംസേഷൻ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി വേർതിട്ടിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വരണം. ഒന്ന് ശുദ്ധീകരണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞാൻ ഇത് എല്ലാ പാസ്റ്റർമാർക്കും എഴുതിയ ലെറ്ററിലുണ്ടത്. ആത്മീയ സമ്പന്നത്തിൽ നിന്ന് ഉണർവിലേക്ക്, ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണർവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ആത്മാവ് വരികയും നമ്മളെല്ലാവരും ചാടി എഴുന്നേറ്റ് തുള്ളി തുള്ളുന്ന അതല്ല ഉണർവ് എന്ന് പറയുന്നത്. ഉണർവ് എന്ന് പറയുന്നത് ഇന്നുള്ള ആത്മീയമായ സ്തംഭനത്തിൽ നിന്നും, ഇന്ന് നമ്മൾ എവിടെ സ്റ്റാഗ്നേഷനിൽ വന്നിരിക്കുകയാണോ, എവിടെ നമ്മൾ ഉറക്കത്തിൽ വന്നിരിക്കുകയാണോ, ആ ഉറക്കത്തിൽ നിന്ന് നമുക്കൊരു ഉണർവ് വേണം. കാരണം നമ്മുടെ ഈ ഒരു സാറ്റിസ്ഫൈഡുള്ള ലൈഫുണ്ട് ഇപ്പോൾ. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ വേണം. നമുക്ക് ഒരു നല്ല കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. നമ്മളൊരു മർമറിങ് ആയിരിക്കരുത്. എന്നാൽ യഥാർത്ഥമായ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൈവത്തിൽ നിന്നുള്ള വാണിയും കേട്ടാലും നമുക്ക് ഒന്നും വരാൻ പോകുന്നില്ലെന്നാണ്. വാക്യം വായിച്ച 32-ാം അധ്യായത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാൽ, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പൻ. റൈസ് അപ്പ് എ വുമൺ ദാറ്റ് ആർ അറ്റ് ഈസ്, ഹിയർ മൈ വോയിസ്, യു കെയർലെസ് ഡോട്ടേഴ്സ്, ഗിവ് ഇയർ അൺടു മൈ സ്പീച്ച്. ഇപ്പോൾ യെശയ്യാവ് അതിൻ്റെ 15-ാം വാക്യം ഞാൻ പറയാം. 15-ാം വാക്യമാണ് നമ്മുടെ കീ വാക്യം. ഈ ഫാസ്റ്റിംഗ്, ഈ ഒരു പ്രാർത്ഥനയിൽ വരുന്ന കീ വാക്യം 15-ാം വാക്യമാണ്. അത് പിന്നെ വാങ്ങി വയ്ക്കാമേ. ഓക്കെ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ സ്ത്രീകളെ എന്ന് പറയുമ്പോൾ, പെണ്ണുങ്ങളെ എന്ന് പറയുമ്പം ദൈവം പൊതുജനങ്ങളെ കുറിച്ചാണ്, ഇസ്രയേലിലുള്ള സ്ത്രീകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇസ്രയേൽ വംശക്കാരെ കുറിച്ച്, പ്രത്യേകിച്ച് യൂത വംശത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളെ എന്ന് പറയുമ്പോൾ ആരും ചിന്തിക്കുക പുരുഷന്മാർ വളരെ ആക്റ്റീവാണെന്നല്ല. എന്ന് പറഞ്ഞാൽ സ്വൈര്യമായിരിക്കുന്ന സ്ത്രീ, നമ്മൾ വളരെ കെയർലെസ് ആയിട്ടിരിക്കുന്നത്, കെയർലെസ്, ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 പ്രാവശ്യം പറയുന്നത് കെയർലെസ് എന്നുള്ളത്. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ്, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ. ചിന്ത എന്ന് പറയാൻ ഒരു നിശ്ചിന്തരായ ഒരു കാര്യമൊന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ആത്മീയമായ ഒരു അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാനസാന്തരത്തിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ. അവിടെ താഴോട്ട് പറയുന്നു പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല. ഗിവ് മൈ സ്പീച്ച്, ലിസൺ മൈ വേർഡ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ പോലും അവർക്ക് മനസ്സില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആത്മീയ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഞായറാഴ്ച വന്നുള്ള ഒരു ആത്മീയ അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് ദൈവത്തോടുള്ള ബന്ധമില്ല. നമ്മുടെ മാതാപിതാക്കന്മാർ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് നാം പള്ളിയിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? ഞായറാഴ്ച ദിവസ പ്രാർത്ഥന മാത്രമാണോ? അല്ല കുടുംബത്തിലുള്ള ഒരു പ്രാർത്ഥനയാണോ? ചില കുടുംബങ്ങളിൽ അതുമില്ല. അത് മാത്രമാണോ? അല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥനയിൽ ഒരു ഉണർവ് വരണം. ദൈവം തട്ടി ഉണർത്തണം നമ്മെ ദൈവം തട്ടി ഉണർത്തണം. അതിനുവേണ്ടി ആ ഉണർവ് പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾക്കൊരു വിടുതൽ ആവശ്യമാണ്. കെയർലെസ് ആയിട്ട് നമ്മൾ ആത്മീയമായ ജീവിതത്തെക്കുറിച്ചും മിനിസ്ട്രിയെക്കുറിച്ചും സഭയെക്കുറിച്ചും നമുക്കൊന്നും ഒരു ചിന്തയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ലിസൺ യുവർ വേർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നത് എവിടെ? സഭയിൽ മാത്രമാണോ? അല്ല, നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായ സമയമുണ്ടോ? നമുക്ക് നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തക്കവണ്ണം സമയം നാം വേർപെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായ വിഷയങ്ങൾ നാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കാൻ തക്കവണ്ണം എല്ലായിടത്തേക്കും അയക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നമ്മൾക്ക് ആർക്കും ഇല്ല. എന്ന് കാരണം അവർക്ക് പരീക്ഷയാണ് മുഖ്യം. പരീക്ഷ വേണ്ടെന്നല്ല, പരീക്ഷ തീർച്ചയായിട്ടും അവർ അറ്റൻഡ് ചെയ്തേ മതിയല്ലോ. എന്നാൽ അതിനപ്പുറമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്
കൊടുക്കുവാൻ തക്കോണം നാം കടമ്പെട്ടവരാണ്. ഒരു വാക്യം കൂടെ വായിച്ചു തരും. യെശയ്യാവിൻ്റെ പ്രവചനം 45:19 തോന്നുന്നു. 45 അല്ലേ, സോറി, ഞാൻ നോക്കിയാ വാക്യം വായിച്ചു നോക്കിയാ. അതല്ല സോറി. ഓക്കെ, ഒരു വാക്യമുണ്ട്, അതിന് ഞാൻ ഇപ്പോൾ ഓർത്തു മറന്നുപോയി. സോ ദ സ്പിരിറ്റ് ഐ ഹാവ് പുട്ട് ഇൻ യുവർ ഇന്നിൽ ഐ ഹാവ് പുട്ട് ഞാൻ നിന്നിൽ ആക്കിയിരിക്കുന്ന ആത്മാവും നിന്റെ വായിലാക്കുന്ന വചനവും നിന്നിൽ നിന്ന് വിട്ടുപോകരുതേ. സോ ഇറ്റ് ഷുഡ് ബി പാസ്ഡ് ഓൺ ടു യുവർ ചിൽഡ്രൻ ആൻഡ് ടു ദെയർ ചിൽഡ്രൻ എന്നുള്ളൊരു വാക്യമുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. ഏത് വാക്യം അറിയാം, ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് കിട്ടാണ്. 49, 59. ഓക്കെ ഒന്ന് വായിച്ചു. യാ Amen. As for me, this is a covenant with you, them, says the Lord, my spirit who is on you. എൻ്റെ നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും ഞാൻ നിന്റെ ആക്കിയിരിക്കുന്ന വചനം നിന്നിൽ നിന്നും നിന്റെ ജനറേഷനിൽ നിന്ന് വിട്ടു പോകരുത്. കാരണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ദാറ്റ് ഇസ് എ കവനന്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. കാരണം നമ്മളുള്ള ആത്മാവ് അത് ജനറേഷൻ ടു ജനറേഷൻ ഇറ്റ് ഷുഡ് കം. ഇന്ന് അനേക മാതാപിതാക്കൾക്കുള്ള ദുഃഖം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ ദൈവഭാഗത്തില്ല, ഗ്രാൻഡ് ചിൽഡ്രൻ ദൈവഭാഗത്തില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവത്തിൻ്റെ വചനത്തിൽ നടത്തണം. ഓക്കെ, ഒന്ന് ശുദ്ധീകരണം, അതുപോലെ ഉണർവിന് വേണ്ടിയുള്ള ഒരു വാഞ്ച, ഉണർവുണ്ടായിരിക്കണം. നമ്മൾ മിനിസ്ട്രിയിൽ ഉണർവുണ്ടായിരിക്കണം, നമ്മുടെ സഭകളിൽ ഉണർവുണ്ടായിരിക്കണം. ആ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയും നടക്കും, സൗഖ്യം ഉണ്ടാകും. ഇതൊക്കെ ആദ്യ സഭയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിൽ പോയ സമയത്ത് എഴുന്നേറ്റ് ചാടുന്നത്, അതാണ് നമ്മൾ ഉണർവെന്ന് വിചാരിക്കുക. അതല്ല, നമ്മുടെ ജീവിതത്തെ അടിമുടുതൽ മാറ്റിയിരിക്കണം. സഭകളുടെ അടിമുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്ന സഭയായിരിക്കണം. ആത്മാവിൽ ഉള്ള ചലനം നമ്മൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം നിൻ്റെ സഭയെ നീ പരിശുദ്ധാത്മാവിൽ സ്പർശിച്ചേ മതിയാകും. മറ്റ് മൂന്നാമതായിട്ട് ഇന്നൊരു പ്രാർത്ഥിക്കാനുള്ളൊരു വിഷയം, നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ ഒരു മിഷണറി ദർശനത്തിന് വേണ്ടി, നമ്മുടെ യുവജനങ്ങളിൽ ഒരു മിഷണറി ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യൗവനക്കാരുടെ മിഷണറി ദർശനം. കാരണം ഇന്ന് യൗവനക്കാർ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോവുകയാണ്. യുവാക്കന്മാർ അവർക്ക് ഏറ്റവും ആഗ്രഹമായിരിക്കും ലോകത്തിലുള്ള സംഗതികളാണ്. ലോകത്തിൽ എങ്ങനെയെങ്കിലും ശക്തിശാലി സക്സസ് ആയിരിക്കണം, അവരുടെ കരിയറിൽ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫൈനാൻസിൽ സക്സസ് ആയിരിക്കണം. ഇത് തെറ്റായ കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും? ദൈവം നമ്മൾ ഓരോരുത്തരും വിളിച്ചിന് ദൈവരാജ്യത്തിൽ പ്രശോഭിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനാണ്. ഈ ആത്മാ ശുശ്രൂഷ മറ്റുള്ളവർക്ക് പകരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവസഭ ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ ഉണർവ് വന്നതോടുകൂടി പലരും എല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല, ആ ഒരു ദൈവവേല ചെയ്യുവാൻ്റെ കോണം ദർശനത്തോടുകൂടി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും കർണാടകയിലും ആന്ധ്രയിലും പല സ്ഥലങ്ങളിലേക്കും പോയി സുവിശേഷ വേല അറിയിച്ചു. ഇന്ന് അതിൻ്റെ ഫലമായിട്ടാണ് പല സ്ഥലങ്ങളിലും ദൈവസഭകളുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും റിമോട്ട് വില്ലേജുകളിലൊക്കെ പോയി അവിടെ സുവിശേഷ പ്രവർത്തനമായി പോയി. അതുകൊണ്ടാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ദൈവത്തിൻ്റെ വേലകളൊക്കെ നടക്കുന്നത്. എന്നാൽ ഇന്ന് കാലം പുരോഗമിച്ചപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങിയതിന് ശേഷമായിട്ട് പല യൗവനക്കാരും അവരുടെ പാരൻസിൻ്റെ ദർശനം മക്കളെയൊക്കെ അമേരിക്കയിൽ പറഞ്ഞു വിടുക, മക്കളെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുക. ഇതാണ് പാരൻസ് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് കുത്തിവെക്കുന്നത്. കാരണം നീ അതിനുവേണ്ടി പോകണം, നേഴ്സായിട്ട് പോകണം, ഡോക്ടറായിട്ട് പോകണം, എഞ്ചിനീയറായിട്ട് പോകണം. എന്തിനാ? അവിടെ പോയിട്ട് കാശുണ്ടാക്കണം. അത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ വന്നുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും അംബീഷൻ അതാണ്. ദൈവരാജ്യത്തിന് വേണ്ടിയില്ല. ഞാൻ ആരും പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ മക്കൾ സുവിശേഷ വേലയ്ക്ക് പോകണം, നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. എല്ലാവർക്കും വേണം അവർ അമേരിക്കയിലും ഓസ്ട്രേലിയ എല്ലാം പോകണമെന്ന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള എല്ലാം പറയുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല നിലയിൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ അതല്ല, നമുക്ക് അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ
അവർ ആയിരിക്കണം, ദൈവവേല ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ആ ദർശനം ഇന്ന് യൗവനക്കാരുടെ ഇടയിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഇന്ന് ദൈവസഭയിൽ യൗവനക്കാരുടെ കുറവുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇവിടെ ഈ സിറ്റികളിൽ കുറവില്ല. കാരണം എന്ന് പറഞ്ഞാൽ സിറ്റികളിൽ അവർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ്. എന്നാൽ ഇന്ന് ഒരു സെക്കൻഡ് ടൗണിൽ നിന്ന് ഒരു 2 ലെവൽ സെക്കൻഡ് ലെവൽ ടൗണുകളിൽ വില്ലേജുകളിൽ നോക്കുകയാണെങ്കിൽ ആ സഭയിൽ ആരും യൗവനക്കാരുമില്ല. പാസ്റ്റർമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് സഭ നടത്താനൊക്കെ ഉള്ള ആൾക്കാരില്ല. കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ജോലിക്ക് വേണ്ടി അവർ ബാംഗ്ലൂരേക്കും കൊച്ചിയിലേക്കും അതുപോലെ തന്നെ ബോംബെയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ്, വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ദൈവവേല ചെയ്യാനൊക്കെ കൊണ്ട് യൗവനക്കാരില്ല, സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഇല്ല. അതുകൊണ്ട് അവിടെ വളരെ കോമ്പറ്റീഷൻ കൂടി അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കണം, നമ്മുടെ യൗവനക്കാർ ഒരു ദർശനം, മിഷണറി ദർശനം അവരെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭയ്ക്ക് സഭയിൽ മുന്നോട്ട് പോകാനൊക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലരും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ യൗവനക്കാർ നാളെ അവിടെ ഉണ്ടായിരിക്കണം, ലോകത്തിലേക്ക് പോയിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ജനങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ. ഈ ഒരു മിഷണറി ദർശനം നമ്മുടെ കുഞ്ഞുങ്ങൾ വരണം. ഇതാണ് ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചപ്പോൾ പലരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ സുഖവും സൗകര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് അവർ നമ്മുടെ ഭാരതദേശത്തിലേക്ക്, ആഫ്രിക്കൻ കൺട്രികളിലേക്കൊക്കെ പോയി. എന്തുകൊണ്ട്? അവർക്ക് ദൈവികമായ ദർശനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ദൈവജനങ്ങളെ ഇത് മാറ്റാനാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്യുമെൻ്ററി കാണുകയായിരുന്നു, യൂട്യൂബിൽ കാണുകയായിരുന്നു. ഈ നമ്മുടെ കന്യാസ്ത്രീമാരൊക്കെ അവരെന്താണ് ചെയ്യുന്നത്? അവരിവിടെ വിദ്യാഭ്യാസമുള്ളവരാണ്, ക്വാളിഫൈഡ് ആണ്. എങ്കിൽ തന്നെ അവർ പോയി അവിടെയുള്ള കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ, പാവപ്പെട്ടവരെ പരിചരിക്കുവാനൊക്കെയാണ് പോയിരിക്കുന്നത്. കാരണം ആ ഒരു ദർശനം അവർക്കുള്ളത് കൊണ്ടാണ്. പണമില്ലാത്തവരല്ല അവിടെ പോയിരിക്കുന്നത്, പണക്കാരും അതുപോലെ തന്നെ ആ ഒരു ദർശനത്തോടു കൂടി പോയിരിക്കുകയാണ്. ഇന്നുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനേക യൗവനസ്ഥാർ അവരുടെ ദർശനത്തിന് ആ ഭാഗമായിട്ട് എല്ലാം വിട്ടിട്ട് പല മിഷൻ ഫീൽഡുകളിലും പോയി പ്രവർത്തിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, വളരെ കുറവാണ്. എന്നാൽ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കണം, നമ്മളെ യൗവനക്കാർ ഒരു ദർശനം പ്രാപിക്കട്ടെ, ദൈവികമായ ദർശനം അവർ പ്രാപിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കണേ. പൂർണ്ണ കാല ആയാലും ശരി, അല്ലെങ്കിൽ തന്നെ പാർട്ട് ടൈം ആണെങ്കിലും ദൈവവേല ചെയ്യുന്നവരായിരിക്കണം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം എന്നുള്ള നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മിഷൻ്റെ ദർശനത്തിൻ്റെ കീ വാക്യമായിട്ടുള്ളത് 15-ാം വാക്യമാണ്, 32-15. അധികം മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം PDF വന്നപ്പോൾ വന്നിട്ടില്ല, അതിൻ്റെ വേർഡ് ഫോർമാറ്റിലുണ്ട്. ഞാനത് PDF കാണുന്നില്ല. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. കാരണം നമ്മൾ 9-ാം വാക്യം വായിച്ചാണ്, 9-ഉം 10-ഉം വായിച്ചിരിക്കുകയാണ്. യു കെയർലെസ് ഇസ്രയേൽ, അല്ലെങ്കിൽ ചിന്തയില്ലാതെ ഉറങ്ങിയിരിക്കുന്നവളെ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കും എവ്രിതിങ് വിൽ ഗോ റൈറ്റ് എന്നാണ് നമ്മുടെ ചിന്ത വരുന്നത്. ഇന്ന് എത്രയോ നാം വാക്യം കേട്ടിട്ടുണ്ട്, ഒരു കർത്താവ് വരുന്നു പറഞ്ഞിരുന്നു, എന്നാൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. എന്നാൽ 10-ാം വാക്യം വായിച്ച് 10-ഉം 11-ഉം വാക്യങ്ങൾ വായിച്ച് നിങ്ങൾ നടുങ്ങിപ്പോകും. ഇന്ന് എല്ലാം നല്ലതായി എന്ന് ചിന്തിക്കുന്നതായ, സെക്യൂറായിട്ട് ചിന്തിക്കുന്നതായ ആ ദേശത്തോട് ദൈവം പറയുകയാണ്, നാളെ ഒരു ദിവസം വരുന്നുണ്ട്. എങ്ങനെ? നിങ്ങൾ കെയർലെസ് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ സഭ നശിച്ചു പോകും, നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും. എന്നാൽ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുക. അവിടെയാണ് പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രങ്ങളെ ഉരിഞ്ഞുകൊണ്ട് നിങ്ങൾ വിവസ്ത്രായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അത്രമാത്രം ദുഃഖത്തോടുകൂടിയും കണ്ണുനീരോടുകൂടിയും നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭ ഉണരണം, ദൈവസഭ ഉണരണം. ആ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കുക ഏതുവരെയും? ഉയരത്തിൽ നിന്ന് ആത്മാവിന് പകർച്ച വരുന്നത് വരെയും. കാരണം നമ്മുടെ ജീവിതത്തെ മാറ്റാനൊക്കെ കഴിവുള്ളത് ആത്മാവിൻ്റെ ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞ ആ 15-ാം വാക്ക് ഒന്നുകൂടിയിട്ട് 32-15
ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അതിലൊരു പ്രോസസ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മരുഭൂമി എന്ത് ചെയ്യും? ഉദ്യാനമായി തീരും. നമ്മൾ പ്രാർത്ഥനയാൽ മരുഭൂമിയായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയും ഉദ്യാനമായി തീരും. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവിടെ സഭകൾ വളരും. എന്നാൽ അത് അവിടെ നിന്നു പോകുന്നില്ല. അപ്പോൾ തന്നെ മരുഭൂമി ഉദ്യാനമായി, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഇറ്റ്സ് എ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ അതുവരെയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവാത്മാവിൻ്റെ ശക്തിയിൽ കൂടെ മാത്രമേ ഒരു ഉണർവ് സാധിക്കുകയുള്ളൂ, ദൈവസഭയിൽ ഉണർവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ശുദ്ധീകരണത്തിന് വേണ്ടി, ഞാൻ എൻ്റെ ഭാഗ്യഭാഗം ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ അതിന് സമയമില്ല. പക്ഷേ എന്നാൽ ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് എന്തായിരിക്കണം? ഒന്ന് ദൈവസഭയ്ക്ക് ഒരു ഉണർവുണ്ടായിരിക്കണം. അതായത് ഒരു ശുദ്ധീകരണം വേണം. എനിക്കൊരു ശുദ്ധീകരണം വേണം, നിങ്ങൾക്കൊരു ശുദ്ധീകരണം വേണം. എന്നിലൊരു ഉണർവ്, നിങ്ങളൊരു ഉണർവ് ആയിരിക്കുന്നത് സഭയെ കുറിച്ച് മാത്രമല്ല ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തെ ദൈവം തുടരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ യൗവനക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, ദർശനം അവരിലേക്ക് വരണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്ന് നമ്മുടെ സഭയിൽ ഒരു ഉണർവുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമ്മുടെ സഭയുടെ ചിത്രം മാറും. ഇത്രയും പേര് പോരാ ഇവിടെ ഇരുന്നാൽ പോരാ. ഇത് വലിയൊരു പട്ടണം, കൊച്ചി എന്ന് പറഞ്ഞാൽ വലിയ പട്ടണമാണ്, വലിയ പട്ടണമാണ്. ഈ വലിയ പട്ടണത്തിൽ നമ്മളിവിടെ ഒരു 10, 50 പേര്, 100 പേരുണ്ടായ എന്താണ്? അതിനകത്തൊന്നുമില്ല. ഇനി എത്രയോ പേര് പുറത്തുണ്ട്, വേറെ സഭകളുണ്ട്. എന്നാൽ നമ്മുടെ ദർശനപ്രകാരം നമ്മുടെ സഭ വളരണമെങ്കിൽ പുതിയ ആത്മാക്കൾ വരണം. ഒരു ആത്മാക്കൾ വരണമെങ്കിൽ നമ്മൾ സുവിശേഷ വേല ചെയ്തേ മതിയാകും. സ്വാതന്ത്ര്യമുള്ളിടത്ത് നമ്മൾ സുവിശേഷ വേല ചെയ്യാം. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നുണ്ടെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ, കർണാടകയിൽ നമുക്ക് സുവിശേഷ ആരോടും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആരാധിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട് കർണാടകയിൽ. ഞാൻ പറയുന്നത് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഞങ്ങളുടെ സഭ തന്നെ 2 പ്രാവശ്യം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സഭകൾക്കും പല പാസ്റ്റേഴ്സിനും അടി കിട്ടിയിട്ടുണ്ട്, കോർട്ടിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ അവസ്ഥയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ദൈവകൃപയിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം ഇപ്പോഴും നമുക്ക് സുവിശേഷം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സഭ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിൽ ഒരു ഉണർവുണ്ടായിരിക്കണം. ഇത് വെറും ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ എടുക്കാതെ നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദർശനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യൗവനക്കാരായുള്ളവർ എഴുന്നേറ്റ് നിന്നാലും ഒന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരട്ടെ, ഒരു കാഴ്ചപ്പാട് തരട്ടെ, സുവിശേഷത്തിനുള്ള ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ എല്ലാ യൗവനക്കാരെയും ദൈവം അനുഗ്രഹിക്കും. നമുക്കൊന്നിനും കുറവില്ലാത്തവണ്ണം ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. എന്നാൽ ആ അനുഗ്രഹമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവികമായ ഉദ്ദേശത്തിൽ നിലനിൽക്കുന്നതായ ഒരു സമൂഹം, ദൈവദർശനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ദൈവം നമ്മുടെ സഭകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. പ്രിയ മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെന്തെല്ലാം ഈ ലോകത്തിൽ നേടിയാലും എത്രമാത്രം സമ്പാദിച്ചാലും ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ഇല്ല എങ്കിൽ ആ പണവും സമ്പാദ്യം അവർക്ക് ഈ ലോകത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിനപ്പുറമായിട്ടൊന്നും ചെയ്യാൻ തക്കവണ്ണം. എന്നാൽ ആത്മാക്കളെ നാം നേടുമ്പോൾ നമുക്ക് നിത്യയിലും സന്തോഷമുണ്ട്, നിത്യതയിലും പ്രതിഫലമുണ്ട്, നിത്യതയിലും നമുക്ക് ദൈവികമായ അനുഗ്രഹം കാണുവാൻ തക്കവണ്ണം സാധിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്നുള്ള ആ ഒരു ശ്രേഷ്ഠമായുള്ള ഓമന പേര് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിനേക്കാൾ വലിയതൊന്നും നമുക്ക് നേടുവാനില്ല. ദൈവം നീ എൻ്റെ നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള പേരാണ് നമ്മൾ കേൾക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. കർത്താവേ, ഇവിടെ നിന്നിരിക്കുന്നതായ യവനസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലൊരു ഭാരമുണ്ട്. ഞങ്ങളുടെ യൗവനക്കാരായ മക്കൾ കർത്താവേ നിന്റെ വേലയിലായിരിക്കണം, നിന്റെ ദർശനം പ്രാപിച്ചവരായിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിട്ട് ഈ കുഞ്ഞുങ്ങൾ കർത്താവേ, കർത്താവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരുമാണെന്നും ജനങ്ങൾ കർത്താവ് ഇവരെ തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ജീവിതത്തിനും വിളിക്കും എതിരായിട്ടുള്ള പിശാചിൻ്റെ എല്ലാവിധമായ തന്ത്രങ്ങൾ, ലോകത്തിൻ്റെതായ എല്ലാ ആകർഷണത്തിൽ നിന്നും, ലൗകികമായ എല്ലാവിധമായ ജഡികമായ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും, കർത്താവ് എല്ലാ ഇൻഫ്ലുവൻസിൽ നിന്നും കർത്താവ് വിടുതൽ പ്രാപിച്ച് കർത്താവരുടെ ഭാവിയെ നീ ശോഭനമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
അവരെ നീ എന്ത് വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു ആ വേലയ്ക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി കർത്താവ് ഒരു വേല ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പൂർണ്ണകാല പ്രവർത്തനത്തിലാകട്ടെ അല്ല മറ്റുള്ള പ്രവർത്തനത്തിലായിരിക്കട്ടെ, കർത്താവ് അവരെ നീ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആത്മഭാരത്തോടു കൂടി കർത്താവെ ഈ ദേശത്ത് അവർ നിന്റെ വേല ചെയ്യുന്ന സാക്ഷികളാക്കി കർത്താവെ നീ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവ് ഈ അന്ത്യകാലമായതുകൊണ്ട് ആത്മാവിനെ നീ ഒരു വലിയൊരു ആത്മപകർച്ച ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. They will see the visions of God. കർത്താവ് യൗവനക്കാർ ദർശനം കാണട്ടെ. ഓ കർത്താവ് ദൈവികമായ ദർശനങ്ങൾ കാണട്ടെ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കട്ടെ. ദൈവികമായ ആ പ്രത്യാശയോടുകൂടി കർത്താവെ നിനക്ക് വേണ്ടി നിലനിൽപ്പാൻ തക്കോണം യൗവനക്കാരനെ കാത്തുകൊള്ളണമേ. ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കർത്താവ് ഓരോ യൗവനസ്ഥക്കാരെയും നീ സംരക്ഷിക്കണം. നിന്റെ രക്തം അവർക്ക് കോട്ടയായി. ഓ നിന്റെ അഗ്നിപ്രാകാരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവരെ നീ നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ നിനക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അകത്ത് ആത്മാവിൻ്റെ എരിവോടെ നമ്മൾ ഈ ലോകത്ത് വേർതിരിച്ച് മാറ്റിയത് ആ സ്വർഗീയന്മാരാക്കി മാറ്റി നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചത് അവൻ്റെ പകരക്കാരനായി നാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. ചില ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ സ്വർഗം ഈ ഭൂമി ഏൽപ്പിച്ചതല്ല, വ്യക്തികളെ ഏൽപ്പിച്ചതല്ല, ഈ ലോകത്തിലൊരു മനുഷ്യനെ ഏൽപ്പിച്ചതല്ല. സ്വർഗം നമ്മെ ഏൽപ്പിച്ച ചിലതൊക്കെ ഇന്ന് നമ്മുടെ അകത്തുണ്ട്. ഹാലലൂയ, ഹാലലൂയ. എല്ലാ അത്രയും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും അന്യഭാഷയിൽ അല്പസമയം. ഹാലലൂയ, 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 ഹാലലൂയ. എല്ലാ അത്രങ്ങൾ തുറന്ന് ഇന്ന് ഒരു പ്രാർത്ഥനയുടെ ഒരു ധൂപകലശം ഇന്ന് ഇവിടെ നിന്ന് ഉയരുവാൻ തക്കവണ്ണം ഹാലലൂയ കേട്ട 3 പേർ ആ പ്രാർത്ഥന, ശ്രേഷ്ഠമായ പ്രാർത്ഥനകൾ സഭയിൽ ശുദ്ധീകരണം, സഭയിലെ ഉണർവ്, യുവജനങ്ങളിൽ വരാൻ പോകുന്ന മാറ്റം, അവർ മിശ്രിമാരായി പുറപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വരേണ്ടതിന് ഈ 3 പ്രാർത്ഥനാഭിഷേകങ്ങൾ ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം അത്രങ്ങൾ തുറന്ന് ഹാലലൂയ ഒറാഖാമ സെഖേരിയ രാംദേ ഹാസിയാൻ തേരേരെ റോക്കോലാമ സെഖേരിയ. ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ വിളിച്ചു പറയുന്നു ചിലതൊക്കെ സംഭവിക്കാൻ തക്കവണ്ണമുള്ള ദൈവ പ്രവൃത്തി കേട്ട വചനപ്രകാരം, ആ വെളിപ്പാട് പ്രകാരം, അങ്ങയുടെ ദാസന്മാർ കൊടുത്ത ആ വചനപ്രകാരം മരുഭൂമി ഉദ്യാനമായും ഉദ്യാനം വനമായും മാറ്റപ്പെടുന്ന ഒരനുഭവം ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ ആത്മീയമായ സഭകളിൽ എല്ലാം ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ആത്മീയ കുടുംബമായ ന്യൂ ലൈഫിൽ കർത്താവ് സകലർത്തും കർത്താവ് എല്ലാ ദേശങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ഉണർവുണ്ടാകേണ്ടതിന് മരുഭൂമികൾ ഉദ്യാനമായും ഉദ്യാനം വനമായും തീരുന്ന ഒരാത്മാവിൻ്റെ അഭിഷേകം. ഓ എല്ലാവരും അത്രകൾ തുറന്ന് ശക്തിയോടെ ആത്മാവിൽ പ്രവചിച്ചേ, ഒന്ന് പ്രവചിച്ചേ. ഇന്ന് പകലിൽ ഈ വാക്കുകളൊക്കെ ജീവൻ കൊടുക്കാൻ കഴിയുന്നവന്റെ വാക്കാ. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന്റെ വാക്കുകൾ അവന്റെ മക്കൾ ഇന്ന് പകലിൽ പ്രവചിക്കുമ്പോൾ മരുഭൂമികൾ ഉദ്യാനമായും ഉദ്യാന വയനുമായും തീരുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ദേശങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി യുവാക്കളിലൊക്കെ വരുവാനിടയാക്കണമേ. എല്ലാ മരുഭൂമി അനുഭവങ്ങൾ ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറി ഉദ്യാനമായും ഉദ്യാനം വനമായും ആര് വന്നാലും സമൃദ്ധമായി കൊടുപ്പാൻ തക്കവണ്ണമുള്ള ഒരു വനത്തിൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ സഭകൾ ഉണ്ടാകുവാൻ. എല്ലാ കൃപാവരങ്ങൾ നിറഞ്ഞ ഏതൻ പർദീസ പോലെയുള്ള ഒരു സഭയായി മാറ്റപ്പെടേണ്ടതിന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. പോരാ പോരാ പോരാ, ആത്മാവിൽ പോരാ. ഒന്ന് പ്രവചനങ്ങൾ ഇന്ന് പകലിൽ ചില വാക്കുകൾ പ്രവചിച്ചാൽ ദൈവം ചെയ്യുവാൻ തയ്യാറാണ്. നമ്മുടെ അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ദാസന്മാരെല്ലാം പ്രാപിച്ചത് ഇന്ന് പകൽ നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ മൗനമായിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഇറങ്ങാൻ വേണ്ടിയാ, പ്രവചിക്കാൻ വേണ്ടിയാ, വ്യക്തികളെ അവകാശമാക്കാൻ വേണ്ടിയാ, ദേശങ്ങളെ അവകാശമാക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രവചനങ്ങൾ ഉയരട്ടെ, ഉയരട്ടെ.
ഹല്ലേലൂയ. ചില യൗവനക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ എഴുന്നേൽക്കുവാൻ, മിഷണറിമാരൊക്കെ എഴുന്നേൽക്കുവാൻ, ഇന്ന് പകലിൽ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവേ മാളിക മുറിയിൽ ഇറങ്ങി വന്ന അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേലിറങ്ങി വരുവാൻ, പ്രത്യേക ഞങ്ങളുടെ യൗവനക്കാരുടെ മേലിറങ്ങി വരുവാൻ. ഇന്നെല്ലാം മരുഭൂമി അനുഭവങ്ങളെല്ലാം ഉദ്യാനമായും ഉദ്യാനം വനമായും മാറുവാൻ, പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ വെളിപ്പെടുവാൻ. ഓ രാഘാബാസ്വേഖേലിയ രാംദഹാസ്യം തേരേമേഖോലിയ രാഘാബാസ്വേഖേലേരേഖോലി. ഹല്ലേലൂയ. നമുക്ക് ആ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാം. സഭകളൊക്കെ വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ, നമ്മുടെ ന്യൂ ലൈഫ് എന്ന ആത്മീയ കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളും, എല്ലാ ലോക്കൽ ചർച്ചകളും വിശുദ്ധീകരണത്തെ തികവിലേക്ക് കർത്താവിൻ്റെ വരവ് പടിവാതിക്കലാക്കിയിരിക്കുന്നു. അവൻ നമ്മെ ചേർപ്പാൻ വരുമ്പോൾ നിഷ്കളങ്ക പ്രാവിനെ പോലെ വെളിപ്പെടാൻ തക്ക വേണം നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കഥാദാസൻ പറഞ്ഞ പോലെ സഭയിലെ ഉണർവുകൾ ഉണ്ടാകുവാൻ, വെറുതെ വന്ന് കൈയടിച്ചു പോകാൻ വേണ്ടിയല്ല, അവിടെ കർത്താവ് തന്നിരിക്കുന്ന സകല കൃപാവരങ്ങൾ വെളിപ്പെടുന്ന ഒരു സ്ഥലമായി ഇവിടെ മാത്രമല്ല പുറത്തൊക്കെ മാറുവാൻ തക്ക വേണം സഭയിലെ ഉണർവുണ്ടാകുവാൻ. 3, നമ്മുടെ യൗവനക്കാരുടെ നിന്ന് ഒരു വലിയൊരു മിഷണറി കൂട്ടങ്ങൾ എഴുന്നേറ്റ് വരുവാൻ. അത് ജോലിയോടുകൂടിയോ അത് ഫുൾ ടൈം മിനിസ്ട്രി ഏതുമാണെങ്കിലും കർത്താവിൻ്റെ ഭാരവുമായിട്ട്, കർത്താവ് നമ്മൾ പാപികളായി ഭൂമി ജീവിച്ചപ്പോൾ നമ്മുടെ പകരക്കാരനായി നമ്മുടെ പാപങ്ങളെ പേറി അവൻ വഹിച്ചുകൊണ്ട് നമ്മുടെ പകരക്കാരായി മരിച്ചത് അവൻ്റെ പകരക്കാരായി നാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. ആ ഒരു വെളിപ്പാടെന്ന് പകൽക്കാലം നമ്മുടെ യൗവനക്കാരുടെ എല്ലാം വ്യാപരിക്കുവാൻ നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗത്തെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി പ്രത്യേകം ഞങ്ങളുടെ ശ്രേഷ്ഠദാസനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ലഭിച്ച ആ വെളിപ്പാട് ഞങ്ങളിലേക്ക് ഇന്ന് പകർന്നു നൽകിയപ്പോൾ ഞങ്ങളുടെ ആത്മാവിൻ്റെ എരിവായിട്ട് ഈ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സഭയുടെ അകത്ത് വിശുദ്ധീകരണം നടക്കുവാൻ ചില ചിന്തകളിൽ തോന്നുന്നതല്ല, അങ്ങയുടെ വചനം അനുശാസിക്കുന്ന, കർത്താവ് അനുശാസിക്കുന്ന, ആത്മാവിൻ്റെ പ്രമാണം അനുശാസിക്കുന്നത് മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സഭകളിൽ, വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ എല്ലാം അത് വെളിപ്പെടുവാൻ, വിശുദ്ധിയുടെ തികയിലേക്ക് വരുവാൻ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കുന്നത് പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾ ഞങ്ങൾ ഓർത്തുകൊണ്ട് ഇത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധ സഭയെ വാർത്തെടുപ്പാൻ തക്ക വേണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളെല്ലാം വ്യാപരിക്കുന്ന ആ വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയിലെ ഉണർവ് കർത്താവേ വെറുതെ വന്നു പോകുകയല്ല, സഭക്കകത്ത് ആര് കടന്നു വന്നാലും സമൃദ്ധമായി കൊടുപ്പാൻ തക്ക വേണം. മരുഭൂമി ഉദ്യാനമായും ഉദ്യാനം വനമായും നിൽക്കുന്ന ആര് വന്ന് കൊടുക്കാനും ഒരു വനത്തിൻ്റെ അനുഭവം ഞങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 3ാമത് കർത്താവ് യൗവനക്കാർ മിഷണറിമാരായിട്ട് എഴുന്നേൽക്കുവാൻ, അവർ വചനമായിട്ട് കർത്താവിന്റെ പകരക്കാരെ എഴുന്നേൽക്കുവാൻ, കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ, അവരുമായി എൻകൗണ്ടർ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കാൻ പോകുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി കൃപക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെയും. നമുക്കൊരു പാട്ട് പാടി ചേർന്ന് പാടി ദൈവത്തെ മഹത്വം കൊടുക്കാം. എൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ വരുന്നു നിൻ കൃപയാ. മരുഭൂമിയിൽ തളരാതെ ഞാൻ വരുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു.
നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യുമെന്നവരെ. നല്ല നാഥനെ, നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യുമെന്നവരെ. അല്ല പീർന്നു നിൻ സവിദേവരാ ഇല്ല പാരിൽ വിശ്രമവും. അല്ല പീർന്നു നിൻ സവിദേവരാ ഇല്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലെ പ്രിയൻ പ്രീതിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ പ്രീതിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു ആവശ്യമാണ്. ആ പ്രത്യാശ നിറവുള്ളവർക്ക് മാത്രമേ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഒരു ദിവസം നമ്മളെ കണ്ണുകളിൽ കിടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ, ഈ കറുത്ത ദിവസത്തിൽ അങ്ങയുടെ ഉയർപ്പിൻ്റെ ആഘോഷം ആഘോഷിക്കാൻ വന്ന കൃപക്കായി നന്ദി പറയുന്ന പച്ച. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കർത്താവേ ന്യൂ ലൈഫ് എന്ന ആത്മീയ കുടുംബത്തിൻ്റെ കർത്താവേ ആ പിതാവായിരിക്കുന്ന അങ്ങ് കർത്താവേ ഞങ്ങളുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പകലിൽ ഞങ്ങൾക്ക് പകർന്നു തന്ന ആ വെളിപ്പാടുണ്ടല്ലോ, അങ്ങയുടെ മകൻ ലഭിച്ചതും കർത്താവേ ഞങ്ങൾ പകർന്നു തന്നപ്പോൾ ആ എരിവോടുകൂടി ഞങ്ങളുടെ അകത്ത് അതേ ആ ഹൃദയത്തോടെ അതേ മനസ്സോടെ കർത്താവ് ഞങ്ങൾക്ക് പകർന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അത് വറ്റിപ്പോകാതെ, അത് ഉണങ്ങിപ്പോകാതെ, വാടിപ്പോകാതെ ആ ദർശനം കർത്താവേ ഞങ്ങളുമായി ആ ദർശനമായി തിരങ്ങാൻ വെക്കവണ്ണം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അവിടുത്തെ ശക്തിയും അവിടുത്തെ കൃപാവരങ്ങളും എല്ലാം ഞങ്ങളുടെ മേൽ അഴക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ്റെ യാതൊരു കഴിവ് കൊണ്ടും കഴിയില്ലെന്ന് നിങ്ങൾ അറിയുന്നപ്പാ. അതിന് ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും എല്ലാ ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകം ഞങ്ങളുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ വലിയ ദർശനമായി കടന്നു വന്നു ഞങ്ങളുടെ നടുവിലായിരുന്നു കർത്താവ്. അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനും കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് തമ്മിൽ കർത്താവെ ഞങ്ങൾ കേൾക്കുവാനൊക്കെയായിട്ട് അങ്ങയുടെ ദാസനെ ഉപയോഗിച്ച കൃപക്കായി സ്തോത്രം. ശക്തിയേറിയ തലമുറയിൽ ആ ന്യൂ ലൈഫ് ആത്മീയ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി നിന്നുകൊണ്ട് അധികമായി കർത്താവെ ആ വൻ വേലകൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കാൻ പോകുന്ന വലിയ കൃപക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭ ഒരുമിച്ച് ആ കർത്താവെ അങ്ങയുടെ ദാസരെയും കർത്താവ് ദാസിയെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വം മുഴുവനും അങ്ങയുടെ കർത്താവെ കാണുവാൻ ഞാൻ കേൾക്കുവാൻ ഒക്കെ ഇടയാക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വന്നവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവരൊക്കെയുണ്ട് കർത്താവ്, പല വ്യത്യസ്തമായ ഭാരങ്ങളുമായി കടന്നു വന്നവരൊക്കെയുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് എല്ലാത്തിനും മതിയായ ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യം കൊടുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ വലിയ നാമത്തോനെ. ആമേൻ ആമേൻ. നമുക്ക് ആശുപത്രികളെ വണങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസരം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന കർത്താവ് പ്രത്യേക ദാസരോടും ഇവിടെ വന്നിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടെയും യേശുവിൻ്റെ മേഘ പ്രത്യക്ഷ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്ത കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ മാറാനാഥ.